السلام عليكم ورحمة الله. بسم الله الحمد لله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. വേദിയിലുള്ള ബഹുമാന്യരായ സഹോദരങ്ങളെ, എൻ്റെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തെമ്പാടുമുള്ള സഹപ്രവർത്തകരെ, സത്യാന്വേഷികളെ, ഈ സംവാദ വിശദീകരണ യോഗത്തെ വിലയിരുത്താനും വീക്ഷിക്കാനും നാളെ അതിൻ്റെ എന്തെങ്കിലും വിമർശനങ്ങൾ അവതരിപ്പിക്കാൻ കിട്ടുമോ എന്ന് നോക്കാനും വേണ്ടി ബൈലക്സ് മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിൻ്റെ വോയിസ് ശ്രദ്ധിച്ചുകൊണ്ട് ഇത് കുറിച്ചെടുക്കുന്ന ബഹുമാനനായ കരിമ്പിലാക്കൽ അടക്കമുള്ള എൻ്റെ ജ്യേഷ്ഠ സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രവർത്തകരുടെ അഡ്രസ്സ് അന്വേഷിച്ചെത്തിയ ആളുകളുടെ അഡ്രസ്സ് ഇപ്പോൾ എവിടെ എന്ന ചോദ്യമാണ് വ്യാപകമായി ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇനി വർഷങ്ങളോളം നിയമയുദ്ധം നടത്തി ലക്ഷങ്ങൾ മുടക്കി കിട്ടിയ ഒരു വാല്, മർക്കസുദ്ദാവ എന്ന വാല്, സാധാരണക്കാരായ മുജാഹിദ് പ്രവർത്തകരുടെ വിയർപ്പിന്റെ വിലയായി, ആ വിയർപ്പിന്റെ വില കൊണ്ട് പണിതുയർത്തിയ സാധാരണ പ്രവർത്തകരായ മുജാഹിദുകളുടെ കണ്ണീരിന്റെ നനവും വിയർപ്പിന്റെ ഗന്ധവുമുള്ള മർക്കസുദ്ദാവ എന്ന വാല്, അത് വകവെച്ചു കൊടുക്കാൻ ചില ആളുകൾ തയ്യാറായ പശ്ചാത്തലത്തിലാണ് ഒരു അഡ്രസ്സ് ഉണ്ടായത്. അത്തരം അഡ്രസ്സുള്ള ആളുകളാണ് ഞങ്ങളുടെ അഡ്രസ്സ് ചോദിച്ച് കുറെ കാലമായി, കുറെ ദിവസമായി നടക്കാൻ തുടങ്ങിയത്. ആ വാലിന്റെ അഡ്രസ്സ് പോലും പോകുന്ന സ്ഥിതിവിശേഷം വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ ബഹുമാനരായ ചില സുഹൃത്തുക്കൾ ചില കലക്കലുകൾ നടത്തിയത്. സമയത്തിന്റെ പരിമിതിയുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ വിഷയം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കേന്ദ്രങ്ങളിൽ മനോഹരമായി അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അവതരിപ്പിക്കും. അന്നത്തേക്ക് വേണ്ടി ഒരു താൽക്കാലികമായ ചില മരുന്നുകൾ, അങ്ങനെ ഉണ്ടല്ലോ, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തുന്നതിന്റെ മുമ്പ് കൊടുക്കുന്ന ചില പ്രൈമറി മെഡിസിൻസ് മാത്രമാണ് ഇന്നത്തെ എൻ്റെ സംസാരത്തിൽ നൽകാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. യഥാർത്ഥത്തിൽ വലിയ മര്യാദയുടെയും പക്വതയുടെയും 10-60 വയസ്സിന്റെ പാരമ്പര്യത്തിന്റെയും ഒക്കെ കാര്യം പറഞ്ഞുകൊണ്ട് ബഹുമാന്യനായ കുഴിപ്പുറം സുല്ലമി സംസാരിച്ചിരുന്നു. എൻ്റെ പിതാവിനോളം പ്രായമുള്ള, എൻ്റെ പിതാവിനേക്കാളും പ്രായമുള്ള ഒരാളെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരിത്തിരി പേടി എനിക്കുണ്ട്. പക്ഷെ സംവാദം വീക്ഷിച്ച, സംവാദം നിരീക്ഷിച്ച ആളുകൾക്കറിയാം ഞാനീ പറയുന്നത് ഏറ്റവും മിനിമം വരികളും ഏറ്റവും മിനിമം വാചകങ്ങളുമാണ്. ചിലപ്പോൾ ക്ലിപ്പ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമുക്ക് അദ്ദേഹത്തിന്റെ മര്യാദയെ സംബന്ധിച്ച പാഠം കൊണ്ട് ഈ ഒരു എപ്പിസോഡ് ആരംഭിക്കാം. മര്യാദയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ചിലത് പറയാനുണ്ട്, അദ്ദേഹം പറയട്ടെ. മര്യാദയില്ലാതെ എന്തെങ്കിലും വിളിച്ചു പറയുക എന്നത് ഞങ്ങളുടെ ഏർപ്പാടുപ്പെട്ടതല്ല. ഇതൊന്നും അവരെ പരിപാടിയല്ല. മര്യാദ അല്ലാതെ എന്തെങ്കിലും പറയാം, പെരുങ്കള്ളാന്ന് വിളിക്കുക, ഇങ്ങനത്തതൊന്നും അവരെ ഒരു രീതിയിലേ പെട്ടതല്ല. പക്ഷേ ഇതേ പ്രസംഗം തുടങ്ങുന്നത് മുതൽക്കു തന്നെ അദ്ദേഹം എല്ലാ മര്യാദകളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ മുന്നോട്ട് പോയത്. സംവാദത്തിന്റെ തുടക്കം മുതൽ സംവാദത്തെ പുറത്തുനിന്ന് നിരീക്ഷിക്കുന്ന എൻ്റെ സഹപ്രവർത്തകർ, പുറത്തുനിന്നുള്ള ഇത്തരം കമ്മ്യൂണിക്കേഷനുകൾ SMS ആയി വന്നപ്പോഴൊക്കെ അതിൽ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമാണ്, സംവാദം കലക്കാനുള്ള സാധ്യതകളുണ്ട്, ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് അവരങ്ങനെ ചിന്തിച്ചത് എന്ന് കുറച്ച് മുന്നോട്ട് നീങ്ങിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. ജമിയത്തുൽ ഉലമയുടെ തീരുമാനത്തിലെ 17-ാം നമ്പർ തീരുമാനം വായിക്കണം. വളണ്ടിയർ കോർ സംവിധാനത്തെ കുറിച്ചാണ്. പുളിക്കലും അനുബന്ധ പ്രദേശങ്ങളിലുമൊക്കെയുള്ള വളണ്ടിയർ കോറിന്റെ ചില ആളുകൾ സദസ്സിൽ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾക്കത് മനസ്സിലായി. അതിന് അനുഗുണമായ കാര്യങ്ങളാണ് സ്റ്റേജിൽ നിന്നുണ്ടായത്. കുഴിപ്പുറം സുല്ലമി തന്നെ എല്ലാ മര്യാദകളും ലംഘിച്ചുകൊണ്ട് അദ്ദേഹം മാലിക് സലഫിയുടെ നേരെ എടുത്തു ചാടുന്ന രംഗം നിങ്ങളൊന്ന് കണ്ടോളൂ. എന്താ ഫത്തുൽ ബാരിയിൽ പറഞ്ഞ് ഇശാം ഗുരുവിനെ സംബന്ധിച്ച് കാന മാലിക്കുൻ ലാ യർലാഹു എടുക്ക ഫത്തുൽ ബാരി എടുക്ക കാന മാലിക്കുൻ ലാ യർലാഹു അങ്ങനെ ഒരു ഇബാറത്തുണ്ടാ. ഫത്തുൽ ബാരി 702-ാം പേജ് ഇങ്ങോട്ട് എടുക്ക. തോന്നിയാസം പറയാ എന്താ മര്യാദയാണ്. അതങ്ങനെയാണ്. കുറച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ പ്രഷറും ഷുഗറും ഒക്കെ 10 ചില ആൾക്കാർക്ക് കയറിയിരുന്നു. ഓരോരുത്തരും ഞങ്ങൾ ഇങ്ങനെ ചിലത് കണ്ടിട്ടുണ്ട്. ഏതായാലും നല്ല മര്യാദയാണ്. അപ്പൊ മര്യാദന്റെ പാഠം മൂപ്പർ പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രായത്തെ പരിഗണിച്ച് ബഹുമാനനായ അബ്ദുൽ മലിക് സലഫി അതിന് കൊടുത്ത ഉത്തരം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ.
എന്ന് പറഞ്ഞതിന് ചുവട്ടിലുള്ള വാചകം നിങ്ങൾ കട്ട് ചെയ്തു എന്നാ ഞാൻ പറഞ്ഞു. അതെന്താ വായിക്കാത്തത്? കേട്ടോ, വഖദ് ഇഹ്തജ്ജ ബിഹിശാമിൻ ജമീഉൽ അഇമ്മ, അതിൽ ഇമാം മാലിക് പെടുമല്ലേ? ഈ ജമീഉൽ അഇമ്മ എന്നുള്ളതിൽ ഇമാം മാലിക് പെടുമല്ലേ? അത് നിങ്ങൾ പറയണം. അത് മൊത്തത്തിൽ വായിച്ചു തരാം, ഇനി കുഴപ്പമൊന്നുമില്ല. ഈ വിമർശനങ്ങളൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് ഇമാം ഇബ്നു അസ്ഖലാനി പറഞ്ഞത് ജമീഉൽ അഇമ്മ, ആ അയിമ്മത്തിൽ ഇമാം മാലിക് പെടുമല്ലേ? നിങ്ങൾ പറയണം. അതോടുകൂടെ വിശദീകരണത്തിന്റെ അവസാനം ഞാനിത് പറയുന്നത് എങ്ങനെയെല്ലാം പ്രകോപനം ഉണ്ടാക്കാം എന്നത്. ചിലപ്പോ കൊഴിപ്പുറം സുല്ലമിക്ക് അങ്ങനത്തെ ഒരു ഡയറക്ഷൻ ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അത് ചക്ക ഇട്ടപ്പോ മുയലിനെ കിട്ടിയെന്ന് അറിഞ്ഞില്ല. ബോധപൂർവം യഥാർത്ഥത്തിൽ തുടക്കം മുതൽ തന്നെ ഇത് കലക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് ബോധപൂർവമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അതിലേക്ക് അദ്ദേഹത്തിൻ്റെത് കൂടെ സഹായകമായി. ഏതായാലും മറുപടികൾക്കിടയിൽ അദ്ദേഹം അവസാനിപ്പിച്ച രംഗം കൂടി നമ്മൾ കാണേണ്ടതാണ്. അദ്ദേഹം അവസാനിപ്പിക്കുന്നു, നിങ്ങൾ കണ്ടോളൂ. അല്ലാഹു ബാരിക് അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും ബർക്കത്ത് നൽകിയതുപോലെ മുഹമ്മദ് നബിക്കും കുടുംബത്തിനും ബർക്കത്ത് നൽകണമേ. അപ്പൊ ലോക്കൽ ട്രെയിന് പാസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതാണല്ലോ പിടിച്ചിടുക. എക്സ്പ്രസ് ട്രെയിന് വരും. എക്സ്പ്രസ് ട്രെയിനും സൂപ്പർ ഫാസ്റ്റിനും ഒക്കെ സ്വാഭാവികമായി ലോക്കൽ ട്രെയിൻ മാറിക്കൊടുക്കേണ്ടി വരും. അത് സ്വാഭാവികമാണ്. ബഹുമാനനായ അബ്ദുൽ മലിക് സലഫി അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ അദ്ദേഹത്തിന്റെ തന്നെ വരികളിൽ അദ്ദേഹം ഇങ്ങനെ ഞങ്ങൾ ഒന്നിച്ചിരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ടും അനുഗ്രഹം കൊണ്ടും മാത്രം വളരെ സമർത്ഥമായി തുടക്കം മുതൽ അദ്ദേഹം ശക്തമായി ഇടപെട്ടിരുന്നു. തുടക്കം മുതൽ നിങ്ങൾ കാണേണ്ടത് ഇത് കലങ്ങിയത് ബോധപൂർവമാണ്. തുടക്കം മുതൽ ഇത് കലക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുകയും അദ്ദേഹത്തിന്റെ സംസാരം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ വളണ്ടിയർ കോറിന്റെ പഴയ ആളുകൾ അവരിപ്പോഴും വളണ്ടിയർ കോറിന്റെ പണിയെടുക്കുന്നുണ്ടോ അല്ലേ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ ചില ശീലങ്ങൾ പഠിച്ചാൽ മറക്കാൻ ബുദ്ധിമുട്ടാണ്. ആ ഗുണ്ടായിസത്തിന്റെ ശൈലിയിൽ തന്നെ ഇടപെട്ടപ്പോൾ സുഹൃത്തുക്കളെ അദ്ദേഹത്തിന് തന്റെ പ്രസംഗം നിർത്തിവെച്ച് മധ്യസ്ഥന്മാരോട് ഈ കാര്യം ഉന്നയിക്കേണ്ടി വന്നു. അദ്ദേഹം പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. കേരളത്തിൽ കഴിഞ്ഞുപോയ മുജാഹിദ് പണ്ഡിതന്മാരുടെ നിലപാടെന്താ? എന്റെ കയ്യിലിരിക്കുന്നത് അൽമനാർ. ഏത് അൽമനാർ എന്നറിയോ? നിങ്ങളൊന്നും കണ്ടിട്ടുണ്ടാവില്ല. 1950 എന്താണിത് ഇങ്ങനെ? അല്ല മധ്യസ്ഥ, ഇത് വിഷയാവതരണത്തെ പോലും തടസ്സപ്പെടുന്ന എന്ത് സംസ്കാരം? ഇതിൽ മധ്യസ്ഥന്മാർ ഇടപെട്ട് തീരുമാനം എടുക്കണം. എന്നെ സംസാരിക്കാൻ പോലും എന്താ നിങ്ങൾക്ക് ഇത്ര അസ്വസ്ഥത? ഇത് മധ്യസ്ഥന്മാർ എന്തിനാ സൗണ്ട് ഉണ്ടാക്കണതിനാ? കണ്ടോ, തുടക്കം മുതൽ ഞങ്ങൾക്ക് വേണമെങ്കിൽ നിർത്തിവെക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിർത്തിവെക്കാം. എന്താ നിർത്തിവെക്കാൻ ഇങ്ങനെ ന്യായം നോക്കി നടക്കുകയാണെങ്കിൽ ഞങ്ങളില്ല, ഇനി ഞങ്ങളില്ല അല്ലെ? എന്താ സദസ്സടപെട്ടു അതുകൊണ്ട് ഞങ്ങളില്ല എന്ന് പറയാം. ഞങ്ങളിത് മുന്നോട്ട് പോയി കിട്ടാൻ വേണ്ടി വേഗം ഇത് മധ്യസ്ഥന്മാരുടെ കോർട്ടിലേക്ക് ഇട്ടു. അനുബന്ധ വീഡിയോ കാണിക്കാനുള്ള സമയം എനിക്കില്ല. അതോടുകൂടെ പെട്ടെന്ന് അച്ചടക്കം. സദസ്സിൽ സ്റ്റേജിൽ തക്ബീറിന് വേണ്ടി മാത്രം നിയോഗിക്കപ്പെട്ട ഒരാളുണ്ട്. തുടക്കത്തിൽ ഭയങ്കര ബ്രൂസ്ലിന്റെ മസിൽ പവറും കാണിച്ച് ചാടിയായിരുന്നു. അവസാനം എന്താ ആയതെന്ന് ഇൻഷാ അല്ലാഹ് സമയം പോലെ ഞാൻ കാണിച്ചിരുന്നുണ്ട്. ഇരിക്കട്ടെ, ഇതിന്റെ ഇടയ്ക്ക് സംവാദം ശക്തമായി മുന്നോട്ട് പോയി. എന്തെല്ലാം ചർച്ചകൾ ഉണ്ടായി, എന്തെല്ലാം ആശയങ്ങൾ വന്നു, അതൊക്കെ ഇൻഷാ അല്ലാഹ് എന്റെ സംസാരത്തിന്റെ തുടർച്ചയായി സമയം അനുവദിക്കുന്നതിനനുസരിച്ച് ഞാൻ പറയാം. എന്നാൽ മാലിക് സലഫി പറഞ്ഞു നിർത്തിയിടത്തേക്ക് ഞാൻ വരികയാണ്. അതെന്താണെന്നറിയോ? പെട്ടെന്ന് അത്രയും നേരം ഉണ്ടാതെ തലയും താഴ്ത്തിയിരുന്ന കഥയിലെ ഏറ്റവും വലിയ കഥാനായകൻ വില്ലൻ രംഗത്ത് വന്നു. തുടക്കം മുതൽ ഒടുക്കം വരെ ഏകാംഗ പ്രസ്ഥാനായി കഴിഞ്ഞ സംവാദത്തിൽ ഇടപെട്ട ആള് സൈഡ് ബെഞ്ചിലേക്ക് മാറിയത്, റിസർവ് ബെഞ്ചിലേക്ക് മാറിയതിന്റെ പിന്നിലെ അനുബന്ധങ്ങൾ ഞങ്ങൾക്കറിയാം. കഴിഞ്ഞ സംവാദം കഴിഞ്ഞതിന്റെ ശേഷവും കഴിഞ്ഞ സംവാദത്തിന്റെ മുമ്പുമൊക്കെ നിങ്ങൾക്കിടയിലുള്ള ചർച്ച ഞങ്ങൾക്കറിയാം. അബൂബക്കർ നസാഫിനെ പോലെയുള്ള നിങ്ങളുടെ ആശയം നിങ്ങളെക്കാളും സമർത്ഥമായി അവതരിപ്പിക്കാവുന്ന, അയാൾ യോഗ്യനാണെന്നോ അയാൾ പറയുന്നത് സത്യമാണെന്നോ അല്ല, നിങ്ങളാശയം നിങ്ങളെക്കാളും നന്നായി അവതരിപ്പിക്കാവുന്ന ചില ആളുകളെ മുന്നിലേക്ക് വരാൻ സമ്മതിക്കാതെ നിങ്ങൾ മുന്നോട്ട് പോയപ്പോൾ തഴയലിന്റെയും അവഗണനയുടെയും ഒക്കെ ചില ചർച്ചകൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. അത് അദ്ദേഹം തന്നെ ചില വേദികളിൽ കഴിഞ്ഞ ദിവസം തുറന്നു പറഞ്ഞിട്ടുണ്ട്. അത് കൂടുതൽ ശക്തിപ്പെട്ടു.
അല്ലേ? ബഹുമാനനായ എന്റെ ഗുരുനാഥൻ കൂടിയായ അബ്ദുൽ അസീസ് പിന്നെ മദനി അടക്കമുള്ള ആളുകൾ അവസരങ്ങൾ കിട്ടാത്തതിനെ സംബന്ധിച്ച് ശക്തമായി പ്രതിഷേധിച്ചു. കൊഴിപ്പുറം സുല്ലമി അദ്ദേഹത്തിന്റെ സങ്കടം ഞങ്ങളെ പ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ട്. നിഷേധിച്ചാൽ ആവശ്യമുണ്ടെങ്കിൽ ക്രമപ്രകാരം അത് ഞങ്ങൾ തന്നോളും ഇൻഷാ അല്ലാഹ്. ആവശ്യമുള്ള നേരത്ത് ആവശ്യമുള്ള പോലെ മരുന്ന് കൊടുക്കുന്ന രീതിയാണല്ലോ. ഒന്നിപ്പോ നമ്മള് പ്രൈമറി മെഡിസിനാണ് കൊടുക്കണേ. അങ്ങനെ ഒരു അത്യാവശ്യ ഘട്ടത്തിലേക്ക് പോകുകയാണെങ്കിൽ, സംഗതി അത്യാവശ്യ ഘട്ടത്തിലേക്ക് പോകുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ പുറത്തുവിടും, നിങ്ങൾ കാത്തിരുന്ന് കാണാം. അപ്പോ ഇത് മുന്നോട്ട് പോയപ്പോ ഇതിന്റെ ഇടയിൽ ത്രിമൂർത്തികളുടെ ഒരു ചെറിയൊരു ചർച്ച അവിടെ നടക്കുന്നത് ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു കണ്ണോട് കൂടെ തന്നെയാണ് ഞങ്ങൾ ഈ വിഷയത്തെ ഇങ്ങനെ കണ്ടത്. ഇതിപ്പോ മുടക്കും, ഇതിപ്പോ ചവിട്ടും. കാരണം മാലിക് സലഫി എവിടെയും സ്റ്റോപ്പ് അനുവദിക്കാത്ത ജാതി പോക്കാണ് പോണത്. സ്വാഭാവികമായും ഞങ്ങളെ അഡ്രസ് എവിടെയെന്ന് ചോദിച്ചു വന്ന ആളുകളുടെ അഡ്രസ് മൊത്തം പോകുന്ന സാഹചര്യത്തിൽ അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കലിനെ ഞങ്ങൾ കോടാമ്പുഴ സംവാദത്തിൽ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ബാക്കിയുള്ളവരെ ഞങ്ങൾ കൊണ്ടോട്ടി സംവാദത്തിൽ കണ്ടിട്ടുണ്ട്. അതൊക്കെ അറിയുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ ചിലത് പ്രതീക്ഷിച്ചിരുന്നു. പ്രതീക്ഷിച്ച പോലെ മൂപ്പർ എണീറ്റിട്ട് മുന്നോട്ട് പോകാൻ സമ്മതിക്കുകയില്ല. ആ വാചകം കേട്ടപ്പോൾ ഓർമ്മ വന്നത് പേരോടിനെയാണ്. കഴിഞ്ഞ പരിപാടിയിൽ നൗഷാദ് ഹസനിനെ മൂപ്പര് നിരന്തരം ഉദ്ധരിച്ചതിന്റെ കാരണം അപ്പോഴാണ് മനസ്സിലായത്. ഇവരുടെ സംവാദത്തിന്റെ പാഠങ്ങളൊക്കെ പഠിക്കുന്നത് നൗഷാദ് ഹസന്റെ അടുത്തുനിന്നും പേരോടിന്റെ അടുത്തുനിന്നും ഒക്കെയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ഇടമുട്ടം സംവാദത്തിൽ ഖബറിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നവരാണ് നിങ്ങൾ. അങ്ങനെ ആരാധനയുടെ ഭാഗമായി വരുന്ന സുജൂദ് ഖബറിന്റെ മുന്നിൽ ആകാമെന്ന് നിങ്ങൾക്ക് വാദമുണ്ട് എന്നതിന്റെ ഒരൊറ്റ പേപ്പർ എടുത്തിട്ടുള്ളൂ. ആ പേപ്പറിൽ നേരിട്ടതില്ല എന്ന് പറയുന്നതിലൂടെ ക്ലിയർ ആയി പറയാൻ പറ്റുന്ന വേണമെങ്കിൽ വ്യാഖ്യാനങ്ങൾക്ക് പഴുതുണ്ട്. ഞങ്ങൾ ആദ്യം അത് ഇട്ടെടുത്ത് അതിന്റെ അനുബന്ധം അതിനെ സംബന്ധിച്ച് നിഷേധിച്ച് സംസാരിക്കുമ്പോൾ അതിന്റെ അനുബന്ധം സുന്നത്ത് മാസികയിൽ വന്നത് എന്താ? ആരാധനയുടെ ഭാഗമായുള്ള സുജൂദ് തന്നെ ആകാം എന്നത് വായിക്കാനിരുന്നതാണ്. അത് പേരോടിന് മനസ്സിലായതുകൊണ്ട് പേരോട് കയറിയിട്ട് കലക്കിയപ്പോ പറഞ്ഞെന്താരോ, സമ്മതിക്കുകയില്ല, മുന്നോട്ട് പോകാൻ സമ്മതിക്കുകയില്ല. നൗഷാദ് ഹസനെയും പേരോടിനെയൊക്കെ കണ്ട് സംവാദത്തിന്റെ ആദ്യ പാഠം പഠിച്ച കരിമ്പിലാക്കൽ പണ്ട് പള്ളി ദർശനം പഠിച്ചതാണല്ലോ, കുറച്ചൊക്കെ പാട്ടുപാടി നടക്കുന്ന കാലത്ത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്ത് ചെയ്യേണ്ടി, അദ്ദേഹത്തിന്റെ വരികളിലും നിങ്ങൾക്കത് കാണാം, സമ്മതിക്കുന്ന പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം യാതൊരു പ്രയാസമില്ലാതെ മുന്നോട്ട് പോകുന്ന സംവാദത്തിലേക്ക് ഇടിച്ചു കയറി അദ്ദേഹം ഇതിന്റെ മരണമണി മുഴക്കുന്നതും ഇതിന് തടസ്സം നിൽക്കുന്നതും നിങ്ങൾ നേരിട്ട് കണ്ടോളൂ പ്രിയപ്പെട്ടവരെ. ഈ പെരും കള്ളത്തരം എഴുതുപടികയും അത് നാവ് കൊണ്ട് പിന്നെയും പിന്നെയും ആവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇയാളുടെ ഇത്തരം നിലപാടുകളിൽ തീരുമാനമുണ്ടാക്കണം. ഈ കളവുകൾ, ഇങ്ങനെയുള്ള കളവുകൾ, ഇതിന് തീരുമാനമുണ്ടാക്കാതെ വിഷയം മുന്നോട്ട് പോകാൻ ഇനി പറ്റില്ല. ബുഖാരിയുടെ പരിഭാഷയിൽ നിന്ന് നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ഭാഗം അതിലേക്ക് ബാക്കിയുള്ള ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങളുടെ വിമർശനങ്ങൾ സാധൂകരിക്കുവാൻ സാധിക്കുമെങ്കിൽ അതിന് തയ്യാറാവണം. അതിന് ഞങ്ങൾ തയ്യാറായത് കൊണ്ടാണ് ഞങ്ങൾ എണീറ്റത്, അല്ലേ? ഞാൻ പേരോടിനെ മെല്ലെ ഒന്ന് കൊണ്ടുവരുന്നുണ്ട് മൂപ്പര് ഉസ്താദിനെ. ഇടമുട്ടം സംവാദത്തിൽ പേരോട് പറഞ്ഞതും കൂടി നിങ്ങൾ ചേർത്ത് കേട്ടോളൂ. ഇതേ ആവേശം, ഇതേ ആംഗ്യ ഭാഷ, ഇതേ ബോഡി ലാംഗ്വേജ്, തലയിലൊരു കെട്ടുണ്ട്, വെള്ള ജുബ്ബിയുണ്ട്, ഒരു തുണിയുണ്ട് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആരും വിഷമം വിചാരിക്കരുത്. ഉള്ളതുപോലെ പറയണല്ലോ. എങ്ങനെ മിനിമൈസ് ചെയ്ത് എങ്ങനെ നല്ല ഭാഷയിൽ പറയാൻ പറ്റും എന്നുള്ള കഷ്ടപ്പാടിലാണ് ഞാൻ. മനസ്സിലായില്ലേ? സംവാദത്തിന്റെ വിശദാംശങ്ങളും വിശദീകരണങ്ങളും ഒക്കെ ആകുമ്പോഴുള്ള ചില ബുദ്ധിമുട്ടുണ്ട്. ഏതാണെങ്കിലും പേരോടൊന്ന് വരട്ടെ, ഉസ്താദൊന്ന് വരട്ടെ. ഒരു കാര്യം അത് വ്യക്തമായി ഒരു സഖാഫി എഴുതിയതിന് എന്തെങ്കിലും പറഞ്ഞു ഒപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അതിന്റെ ഞങ്ങളെ മുന്നിൽ നടക്കുന്നു. അതുകൊണ്ട് നിങ്ങളെ വാദപ്രതിവാദമാണിത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഇത് നിങ്ങളെ സാധാരണ പ്രസംഗമല്ല. സാധാരണ പ്രസംഗത്തിൽ ആളുകൾക്ക് അറിയില്ല, അപ്പുറം നിങ്ങൾ മൂടി വെക്കുന്നത് മനസ്സിലാവൂല. നിങ്ങൾ മുമ്പേ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഏർപ്പാട് നിർത്തണം. നിങ്ങൾ ഈ മുജാഹിദ് എന്ന് പറഞ്ഞ ആശയം തന്നെ കളവാണ്. ദജ്ജാലൂന കദ്ദാബൂന യഅ്തൂനകും മിനൽ ഹദീസി ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും. നിങ്ങളെ ഉപ്പാപ്പമാര് കേൾക്കാൻ പുതിയ വർത്തമാനങ്ങളും കൊണ്ടുവരുന്നവർ കബളിപ്പിക്കുന്നവരാണ്, പച്ചക്കള്ളം പറയുന്നവരാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ് തെളിഞ്ഞിരിക്കുകയാണ് ഇവിടെ. അതുകൊണ്ട് ഈ ഏർപ്പാട് നിങ്ങൾ നിർത്തണം. അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്തത് ശരിയായില്ല എന്ന് നിങ്ങൾ ഞങ്ങളെ മുന്നിൽ പറയണം. അല്ലാതെ ഈ വാദപ്രതിവാദം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എന്ത് അർത്ഥമാണുള്ളത്? നിങ്ങൾ ഒരു കാര്യം ഈ വഞ്ചനയിലൂടെയാണോ വാദപ്രതിവാദം കൊണ്ടുപോകേണ്ടത്? മനസ്സിലായല്ലോ? അടുത്തതെന്താ? മധ്യസ്ഥന്മാർക്ക് കൊടുക്കണം, മധ്യസ്ഥന്മാർക്ക് കിട്ടണം. ഇതായിരുന്നു പേരോടിന്റെ ബഹളം.
മനസ്സിലായില്ലേ? ഇത് അങ്ങോട്ട് കൊണ്ട എന്നിട്ടോ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി അല്ലേ? ഇവിടെയും മധ്യസ്ഥന്മാര് പെട്ടെന്നാണ് കാര്യപ്പെട്ട ആൾക്കാരെ കാണും മൂപ്പർക്ക്. അത്രയും നേരം മധ്യസ്ഥനുമില്ല, വേറൊന്നുമില്ല, വേറൊരു വിഷയമില്ല. കഴിഞ്ഞ സംവാദം സ്മൂത്തായി ക്ലിയറായി പോയതാ. പേരോടിന്റെ അടുത്ത് നിന്ന് സംവാദത്തിന്റെ ടെക്നിക്ക് പഠിച്ച പഴയ പള്ളി ദർശിലെ വിദ്യാർത്ഥി അദ്ദേഹം അതേ അടം ഇവിടെയും പയറ്റുന്നത് നിങ്ങൾ കണ്ടോളൂ. ഞാൻ ഈ രണ്ട് സംഗതികളും മധ്യസ്ഥന്റെ കൈ തരാം, അദ്ദേഹം തീരുമാനമെടുക്കട്ടെ. ആ വിഷയത്തിൽ തീരുമാനമെടുക്കാതെ അബ്ദുൽ മാലിക് ഈ വിഷയത്തിൽ ഇടപെടുന്നത് ശരിയല്ല. കാരണം അദ്ദേഹം പെരും കള്ളനാണ്. ആ കള്ളത്തിനും ഇവിടെ പൊളിയുകയാണ്. അതുകൊണ്ട് മധ്യസ്ഥന്റെ കയ്യിൽ സലാം സുലമിയുടെ പുസ്തകം ഞാൻ തരാം, അതുപോലെ തന്നെ അബ്ദുൽ മാലിക് എഴുതിയിരിക്കുന്ന ലേഖനത്തിന്റെ ഒറിജിനൽ കോപ്പിയും തരാം. അദ്ദേഹം നോക്കട്ടെ, പരിശോധിക്കട്ടെ, തീരുമാനമാക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കഥ പറയാനുള്ളത് എന്തോ അബ്ദുൽ മാലിക് സൽഫി മാറിക്കണം. അത് മനസ്സിലായി. എന്റെ ആ രോഗത്തിന്റെ കൃത്യമായ ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് അറിയാം. കഴിഞ്ഞ സംവാദത്തിലും ഈ സംവാദത്തിലും ഒക്കെ അബ്ദുൽ മാലിക് സൽഫി തരേണ്ടത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നൗഷാദ് ഹസനിന്റെ മുന്നിൽ വരെ വാചകമടി കൊണ്ട് പിടിച്ചു നിന്നു. ഞങ്ങളത് വാചകടിയല്ല, ഞങ്ങളുടേത് പ്രമാണങ്ങളുടെ മാറ്റുരക്കലാണ്. പ്രമാണങ്ങളുടെ മാറ്റുരക്കല്, തെളിവുകളുടെ മാറ്റുരക്കല്. ചിലപ്പോ നാവിട്ടടിക്കണോടത്ത് നിങ്ങളെപ്പോലെ ഞങ്ങളൊരു ലൈന് സ്വീകരിച്ചിട്ടുണ്ടാകൂല. മനസ്സിലായില്ലേ? അത് വന്നപ്പോ അടുത്തത് ആവശ്യപ്പെട്ടെന്താ അറിയോ? ലിപ്പിയാൻ കാണിക്കണില്ല, അബ്ദുൽ മാലിക് സൽഫിയെ പുറത്താക്കണം. നല്ല സുഖല്ലേ? നല്ല സുഖ. അബ്ദുൽ മാലിക് സൽഫിന്റെ മോനുണ്ട്, 2.5 വയസ്സായ കുട്ടി, മൂപ്പരാക്കി തരാം. പറ്റുമോ? യഥാർത്ഥത്തിൽ സുഹൃത്തുക്കളെ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? ഇവിടെ സംഭവിക്കുന്നത് ഇത് വന്നപ്പോ മധ്യസ്ഥന്മാർ ഇടപെട്ടു. മധ്യസ്ഥന്മാർ ബഹുമാനനായ നബീൽ രണ്ടത്താണി അദ്ദേഹം മൈക്കിലേക്ക് വന്ന് അദ്ദേഹം ഇതിന്റെ വസ്തുത പറഞ്ഞു. അദ്ദേഹം പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. സഹോദരങ്ങളെ, ഇവിടെ മധ്യസ്ഥന്മാരായി ഞങ്ങൾ നിയോഗിച്ചിട്ടുള്ളത് നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വ്യവസ്ഥ പ്രകാരം ഈ സംവാദം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ്. ഇരു വിഭാഗത്തിനും അവരവരുടെ തെളിവുകൾ അവതരിപ്പിക്കുവാനുള്ള സമയം ഇവിടെ നൽകപ്പെട്ടിട്ടുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് ഏതെങ്കിലും കാര്യത്തിൽ നമുക്ക് വീണ്ടും ചർച്ച വേണമെങ്കിൽ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ഈ വ്യവസ്ഥ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിന് സമയം കാണുകയും അത് ചർച്ച ചെയ്യുകയും ചെയ്യാം. അതിലപ്പുറം ഇപ്പോൾ ഇതിനിടയിൽ തന്നെ നമ്മൾ സമയം കാണണം എന്ന് പറയുന്നത് ഈ വ്യവസ്ഥക്കെതിരാണ് എന്നാണ് മധ്യസ്ഥൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ മനസ്സിലാക്കുന്നത്. കണ്ടോ? അതാർക്കും മനസ്സിലാണ് ന്യായ. എന്താ? ഇവിടെ ഓൾറെഡി ഒരു വ്യവസ്ഥ ഉണ്ട്. ആ വ്യവസ്ഥയിൽ നിങ്ങളുടെ 3 അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തി. ഇനി അബ്ദുൽ മാലിക് സലഫിക്ക് നിങ്ങൾ ഉന്നയിച്ച ആരോപണം നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ തെളിയിക്കാനും നിങ്ങൾക്ക് ഉള്ള വിമർശനങ്ങൾ രേഖപ്പെടുത്താനും അദ്ദേഹത്തിന്റെ ആശയം അവതരിപ്പിക്കാനുള്ള 10 മിനിറ്റ് ഉണ്ട്. ആ 10 മിനിറ്റ് നിങ്ങൾ അനുവദിച്ചു കൊടുക്കണം. എന്നിട്ട് വേണമെങ്കിൽ ഈ വിഷയത്തിൽ മാത്രം ഒരു ചർച്ചയാവുകയും ആകാം എന്ന് അദ്ദേഹം പറഞ്ഞു നോക്കിയപ്പോ അവരുടെ മധ്യസ്ഥനും ആദ്യഘട്ടത്തിൽ ഇതിൽ നല്ല നിലയ്ക്ക് ഇടപെട്ടു. ഇതിൽ നല്ല നിലയിൽ ഇടപെട്ടു. സുഹൃത്തുക്കളെ, അവരുടെ മധ്യസ്ഥൻ ഇടപെടുന്നത് നിങ്ങൾ കണ്ടോളൂ. ഇതിൽ പറയുന്ന ഇത്തരത്തിലുള്ള കളവുകൾ പറയുന്ന സദസ്സിൽ നിന്ന് ഒരാളും ഇടപെടാൻ പാടില്ല. ഏതായാലും ഇവരുടെ മധ്യസ്ഥൻ ആദ്യഘട്ടത്തിൽ വളരെ നല്ല രീതിയിൽ എന്ത് ചെയ്തു? അദ്ദേഹം ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്തിട്ട് ഈ വിഷയം പറയാന്ന് പറഞ്ഞു. ഇതിന്റെ ഇടയ്ക്ക് മധ്യസ്ഥൻ പോരാൻ തോന്നിയപ്പോ പേരോടെടുത്ത അതേ പണി ലത്തീഫ് കരിമ്പിലാക്കൽ എടുത്തു. എന്താ പേരോടെടുത്ത പണി? എന്താ? അവരുടെ മധ്യസ്ഥം പറഞ്ഞിട്ടാകണില്ല. അവരുടെ മധ്യസ്ഥം പറഞ്ഞിട്ട് പേരോട് ഉദ്ദേശിച്ചിടത്തേക്ക് എത്തുന്നില്ല. അപ്പൊ പേരോടും അലവി എല്ലാരും കൂടി ഏറ്റെടുത്തു. മനസ്സിലായില്ലേ? ഒരേ സമയത്ത് മുജാഹിദ് ഭാഗത്ത് സംസാരിക്കുമ്പോൾ തന്നെ അലവി സഖാഫി മറുഭാഗത്ത് അദ്ദേഹം കയ്യും കാലിട്ട് അടിച്ച് വിഷയം അവതരിപ്പിച്ചതുപോലെ മധ്യസ്ഥനെ മാറ്റി നിർത്തി അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കൽ മധ്യസ്ഥനാകുന്ന സ്വയം മധ്യസ്ഥനായി മാറുന്നതാണ്. മധ്യസ്ഥന് പകരം ഇയാൾ രംഗത്ത് വരുന്നതാണ് നമ്മൾ കാണുന്നത്. എനിക്കൊരു അവസരം കൂടി, നിങ്ങൾക്കുള്ള അവസരം തരും. മധ്യസ്ഥൻ ഈ വിഷയത്തിൽ തീരുമാനം ഉണ്ടാക്കി. അതിനു മുമ്പ് നിങ്ങൾക്ക് അവസരം തരില്ല. നിങ്ങൾക്ക് അവസരം തരണമെങ്കിൽ ഈ വിഷയത്തിൽ മധ്യസ്ഥൻ സംസാരിക്കട്ടെ. തീർന്നില്ല. മൂപ്പര് സ്വയം മധ്യസ്ഥനായി രംഗത്ത് വരികയാണ്. വേണ്ടു തന്നെയാണ് മധ്യസ്ഥനൊരു മൂലക്ക് കീർത്തിയിട്ട് മൂപ്പരെ കൈകാര്യം ചെയ്യുന്നത്. ഞാൻ നിങ്ങൾക്ക് അവസരം തരാം, പക്ഷെ മധ്യസ്ഥനെ വിഷയത്തിൽ തീരുമാനം. ഞാൻ നിങ്ങൾക്ക് അവസരം തരാം. എന്താ നിങ്ങളെ ഔദാര്യ? ആരങ്ങള് കിതാബ് വായിക്കാൻ അറിയെങ്കിൽ ആ നിലയ്ക്ക് നിങ്ങൾക്കൊരു ഫضലുണ്ട് അല്ലേ? ഇനി അതല്ല, ഏതെങ്കിലും നിലക്കുള്ള മര്യാദയും മാന്യതയും പാലിക്കുന്ന ഒരാളാണെങ്കിൽ അങ്ങനെ നിങ്ങൾ അംഗീകരിക്കണം.
ഇവിടെ മധ്യസ്ഥന്മാരെ നിശ്ചയിച്ചത് നിങ്ങൾ സ്വയം മധ്യസ്ഥനാകാനാ. ഒന്നും കൂടി ഞാൻ നിങ്ങൾക്ക് അവസരം തരാം. നിങ്ങൾ ഔദാര്യത്തിന് വന്നല്ലേ? നിങ്ങള് എഴുതപ്പെട്ട വ്യവസ്ഥ അനുസരിച്ച് വാദം അവതരിപ്പിച്ച് വിഷയം അവതരിപ്പിക്കാൻ വന്നതാ. ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്, തെളിയിച്ചിട്ടുണ്ട്, സ്ഥാപിച്ചിട്ടുണ്ട്. നിങ്ങൾ മരിച്ചാലും തീരാത്ത ഭാണ്ഡമായി നിങ്ങളെ കൂടെ അത് ഉണ്ടാവുകയും ചെയ്യും. അദ്ദേഹത്തിന്റെ വാക്ക് ഒന്നും കൂടി ഇട്ടുകൊടുക്കും. കോഴിക്കോട് കടപ്പുറത്ത് മുജാഹിദ് പ്രസ്ഥാനത്തെ കലക്കിയ വേറൊരാള് ഞാൻ നിയോഗിക്കുന്ന എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇതൊക്കെ ഒരു കൂട്ടിലെ പക്ഷികളാണ്. ഇങ്ങനെ കുറെ ഞാനുകൾ ഉള്ളത് തന്നെയാണ് പലപ്പോഴും ചില കൂട്ടായ്മകളുടെ ഒക്കെ പ്രശ്നം. ഞാൻ നിങ്ങൾക്ക് അവസരം തരാം, പക്ഷെ മധ്യസ്ഥനെ വിഷയത്തിൽ തീരുമാനമാക്കണം. ഞാൻ നിങ്ങൾക്ക് അവസരം തരാം, പക്ഷെ മധ്യസ്ഥനെ വിഷയത്തിൽ തീരുമാനമാക്കണം. ഭംഗിയായി നടക്കുവാൻ ഇരു വിഭാഗം പണ്ഡിതന്മാരുടെയും പൂർണ്ണമായ സഹകരണം ആവശ്യമാണ്. ഇപ്പോൾ ഇവിടെ സംസാരിക്കേണ്ടത് മധ്യസ്ഥന്മാരാണ്. ഇരിക്കണം. കണ്ടല്ലോ, എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? മൂപ്പർക്ക് സംവാദം നടക്കണം എന്നാണോ അതോ മുടക്കണം എന്നാണോ? എന്തിനാ ഞങ്ങള് മധ്യസ്ഥനെ കൊണ്ടുവന്നത്? ഈ പണി മുഴുവൻ നിങ്ങൾ എടുക്കണമെങ്കിൽ എന്തിനാ ഞങ്ങള്? എന്താ അയമാക്കാന്റെ ചായക്കട എന്താ അറിയോ? രാവിലെ മൂപ്പര് വരും, വന്നിട്ട് കട തുറക്കും. കട തുറന്നിട്ട് മൂപ്പര് കാച്ചും. മൂപ്പര് കാച്ചിട്ട് മൂപ്പരനെ ആറ്റും. മൂപ്പരാറ്റിട്ട് മൂപ്പരന്റെ ഡെസ്കിൽ കൊണ്ടു നോക്കും. എന്നിട്ട് അപ്പുറത്ത് പോയി മൂപ്പരനെ ഇരിക്കും, മൂപ്പരനെ കുടിക്കും. മൂപ്പരനെ ക്യാഷിന്റെ മുമ്പ് പോയി 10 രൂപ കൊടുക്കും. മൂപ്പരനെ അപ്പുറത്ത് കൂടെ വന്നിട്ട് വാങ്ങിയേക്കും. എന്താ അയമാക്കാന്റെ ചായക്കട തന്നെ? അതോ കുട്ടൂസൻ സർക്കസോ? കുട്ടൂസൻ സർക്കസ് പറഞ്ഞാലും ഇങ്ങനെ തന്നെയാണ്. കാണാനും മൂപ്പരെ ഉണ്ടാവുള്ളൂ, കളിക്കാനും മൂപ്പരെ ഉണ്ടാവുള്ളൂ, വേറെ ആരുമില്ലേ? അബൂബക്കർ നസാഫ് വെറുതെ പറഞ്ഞ് അബൂബക്കർ നസാഫ് തുറന്നടിച്ചു. ഇവൻ നടത്തിയാലേ ശരിയാകുള്ളൂ എന്ന് അവന്റെ ധാരണ. മനസ്സിലായില്ലേ? അതൊക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. വരും ഭാവിയിൽ പ്രബോധന രംഗത്ത് നിന്ന് ഔട്ടാകേണ്ടി വരും. നിങ്ങൾക്ക് നല്ലത് വർത്തമാനത്തിന്റെ ഡയറക്ടർ ബോർഡ് പോയി വർത്താനം പറയലാണ്. ഇവിടെ ഇൽമും കിതാബൊക്കെ ഉള്ള ഒരു വർത്താനം പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഇവിടെ എന്താ, അദ്ദേഹം സ്വയം മധ്യസ്ഥനായി വരുമ്പോ ബഹുമാനനായ നബിയിൽ രണ്ടത്താണ്ടി ഇരുത്തൊണ്ടടുത്ത് അവിടെ ഇരുത്തി, ഇരിക്കവിടെ പോയി ഇരുത്തി. ആ ഇരുത്തലിന്റെ ശേഷം പിന്നെ വല്ലാതെ മൂപ്പര് വന്നിട്ടില്ല. അതാ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ ആവശ്യമുള്ള മരുന്ന് ആവശ്യമുള്ളപ്പോഴാണ് കൊടുക്കുക. മനസ്സിലായില്ലേ? അദ്ദേഹം ശബ്ദം ഉയർത്തിയിട്ട് ഇരിക്കവിടെ എന്ന് പറഞ്ഞോട് കൂടെ മധ്യസ്ഥൻ പിന്നെ രംഗത്ത് വന്നതാണ് കണ്ടത്. ഇതിനിടയ്ക്ക് ബഹുമാന അബ്ദുൽ മലിക് സലഫി അദ്ദേഹത്തിന്റെ അവകാശം ചോദിച്ചു. ഔദാര്യല്ല, ചോദിച്ചു 10 മിനിറ്റ് എനിക്ക് തന്നാ മതി, ഞാൻ തെളിയിച്ചേരാ. ആ 10 മിനിറ്റ് കൊടുത്താൽ ഇപ്പുള്ള വാലും പോകും. ഓഫീസിൽ ഈച്ചനായിട്ട് ഇരിക്കേണ്ട ഒരു മനുഷ്യനാ വൈക്ക് വരൂല. സാധാരണക്കാരായ പ്രവർത്തകർക്കിടയിൽ ചർച്ച വരും. നിങ്ങളുടെ ബൈലക്സ് റൂമിൽ ഡിസ്കഷൻ വന്നു. എന്തുകൊണ്ട് അബ്ദുൽ മലിക് സലഫിക്ക് 10 മിനിറ്റ് കൊടുത്തുകൂടാ എന്ന ചർച്ച നിങ്ങൾക്കിടയിൽ വന്നു. ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞ ഞങ്ങൾ ഓൺലൈനിലുള്ള നല്ല ആൺകുട്ടികളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മരുന്ന് ഞങ്ങൾ തരാം. നിങ്ങൾക്ക് വല്ല കോട്ടയും വല്ല കൊത്തളം ഉണ്ടെങ്കിൽ ആ കോട്ടയും കൊത്തളവും ഞങ്ങളിതാ ഈ പറയുന്ന നന്ദി സംവാദം എന്ന ബുൾഡോസർ വെച്ച് തകർത്തെറിയും. ഒരു സംശയമല്ല, കാത്തിരുന്ന് കാണാം നമുക്ക്. പത്തപ്പെരിയത്ത് ഒരു കൂട്ടർക്ക് ഡോസ് കൊടുത്തതുപോലെ, അതേപോലെ മംഗലാപുരത്ത് ഇതാ ഈ നന്ദി ദാറുസ്സലാമിൽ നിന്ന് പുറപ്പെട്ട പോലീസ് വാഹനത്തിലെ ആളുകൾക്ക് കൊടുക്കേണ്ടത് കൊടുത്ത് തിരിച്ചയച്ചതുപോലെ ഓരോരുത്തർക്കും കൊടുക്കേണ്ടത് കൊടുക്കും. അത് ഞങ്ങളെ നാക്കിന്റെ കഴിവുകൊണ്ടല്ല, ഞങ്ങളെ ഇൽമിന്റെ അഗാധമായ അങ്ങേയറ്റത്തെ ബഹർ പോലുള്ള ആഴം കൊണ്ടല്ല. ഞങ്ങളെ പണ്ഡിതന്മാർക്ക് അങ്ങേയറ്റത്തെ വിനയവും പഠിക്കാനുള്ള ത്വരയും തിരുത്താനുള്ള മനസ്സൊക്കെ ഉണ്ട്. എനിക്കിവിടെ സമയമല്ല, മറ്റൊരു വേദിയിൽ ഇൻഷാ അല്ലാഹ് ഞാൻ പറയും. ബഹുമാനനായ അബ്ദുൽ മലിക് സലഫി ഒന്നാമത്തെ സംവാദത്ത് പറഞ്ഞ എന്താ, നിങ്ങൾ ഇവിടെ ഇത് തെറ്റാണെന്നോ ഞങ്ങൾക്ക് തെറ്റ് പറ്റിയെന്നോ നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ പിന്നെ ഉദ്ധരിക്കൂല എന്നാണ്. അത്രയുള്ള സുഹൃത്തുക്കളെ, ഇപ്പൊ ഇവിടെ ഉന്നയിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ തെറ്റാണ് എന്ന് നിങ്ങൾ സമ്മതിച്ചാൽ, തെറ്റാണെന്ന് സംബന്ധിച്ച പിന്നെ ഞങ്ങൾ പറയില്ല. ഞങ്ങൾക്ക് ഒരിക്കലും നിങ്ങളെങ്ങനെ പ്രതിയാക്കി കൊളത്തി വലിക്കലും ലക്ഷ്യമല്ല. നിങ്ങൾക്ക് ഷഹാദത്ത് കലിമയിൽ അബദ്ധം പറ്റിയിട്ടുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിലുള്ള അശ്ഹദുവിൽ നിങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്. ആ തെറ്റ് തിരുത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടില്ല എന്ന വേദന മാത്രമേ ഞങ്ങളെ വരികളുടെ തീവ്രതക്കും വാചകങ്ങളുടെ വികാരങ്ങൾക്കും പിന്നിലുള്ളൂ എന്നത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇത് കേൾക്കുന്ന ഞങ്ങളെ സദസ്സിലേക്ക് ഒരിക്കലും മടൂർ ഭാഗത്തുള്ള സുഹൃത്തുക്കൾ വരൂലല്ലോ. അപ്പൊ അവർക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് ഇത് തിരുത്തി കൊടുക്കാൻ സാധിക്കുമെന്നത് കൊണ്ട് മാലിക് സലഫി ഒരു 10 മിനിറ്റ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ കേട്ടോളൂ. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? 10 മിനിറ്റ് കൂടി എനിക്ക് സംസാരിക്കാൻ അനുവാദം തരാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടോ എന്നുള്ളതിന് മാത്രം മറുപടി ഇല്ല.
എന്താ? ആദ്യഘട്ടത്തിൽ നല്ല നിലക്ക് ഇടപെട്ട മധ്യസ്ഥൻ പെട്ടെന്ന് മൻസൂർ അലി ചെമ്മാടിന്റെയും അതേപോലെ തന്നെ അലി മദനിയുടെയും ഒക്കെ നടുക്കൊക്കെ എത്തിയപ്പോ മൂപ്പരെ കോലം മാറി. മധ്യസ്ഥൻ എന്നുള്ളതിന് പകരം മൂപ്പരെ മദ്യട് വിട്ടു, സ്തനായി. എന്താ സ്തനം, എന്താ സ്ഥാനം, എന്താ അദ്ദേഹത്തിന്റെ സ്ഥാനം? അദ്ദേഹത്തിന്റെ സ്ഥാനം ഇത് കലക്കാനുള്ള സ്ഥാനം, ഇത് കലക്കാനുള്ള സ്ഥാനം. മനസ്സിലായില്ലേ? ആ സ്ഥാനം മൂപ്പര് ഏറ്റെടുക്കുന്നിടത്തേക്ക് എത്തി. അബ്ദുൽ മലിക് സലഫി വിട്ടില്ല. നിങ്ങൾക്ക് കറക്റ്റ് കാണാം. അബ്ദുൽ മലിക് സലഫിന്റെ സമയത്ത് അപ്പുറത്ത് കരിമ്പിലാക്കൽ, സക്കരിയ സ്വലാഹിയുടെ സമയത്ത് പേരോടും അതേപോലെ തന്നെ അലവി സഖാഫിയും ഒക്കെ കയറിയതുപോലെ എടമുട്ടം സംവാദത്തിന്റെ ഖുറാഫികളുടെ സംവാദത്തിന്റെ തരിയാവർത്തനം നിങ്ങൾ കണ്ടോളൂ സുഹൃത്തുക്കളെ. എനിക്ക് 10 മിനിറ്റ് കൂടി തരാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? എനിക്ക് 10 മിനിറ്റ് കൂടി തരാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? എനിക്ക് 10 മിനിറ്റ് കൂടി തരാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? 100 മിനിറ്റ് തരാൻ ധൈര്യമുണ്ട്. പക്ഷേ മധ്യസ്ഥനെ വിഷയത്തിൽ തീരുമാനമുണ്ടാക്കിയേ മതിയാകൂ. ഇതാണ് ഇതാണ് ഖുറാഫി തന്ത്രം, ഇതാണ് ഖുറാഫി തന്ത്രം, ഇതാണ് ഖുബൂരിസം, ഇതാണ് ഖുറാഫി തന്ത്രം. ഉത്തരം മുട്ടുമ്പോൾ മിനിറ്റ് വേണ്ടടോ അത് തെളിയിക്കാൻ? ഞങ്ങൾക്ക് 10 മിനിറ്റ് കിട്ടിയാൽ മതി. 3 മിനിറ്റ് കിട്ടിയിരുന്നെങ്കിൽ എന്റെ സുഹൃത്ത് അബ്ദുൽ മലിക് സലഫി ഇത് തെളിയിക്കുമായിരുന്നു. അതുകൊണ്ടാണല്ലോ മധ്യസ്ഥന്റെ വേഷം സ്വയം കെട്ടി കരിമ്പിലാക്കൽ തന്നെ രംഗത്ത് വന്നത്. കരിമ്പിലാക്കൽ തന്നെ രംഗത്ത് വന്നത്. എവിടെയാണ് മധ്യസ്ഥൻ? മധ്യസ്ഥൻ എവിടെ? ഈ കുട്ടൂസൻ സർക്കസിന്റെ പിന്നിലെ തന്ത്രം ഞങ്ങൾക്കറിയാം. ഉള്ള അഡ്രസ്സും കൂടിയും പോകും. ഞങ്ങളെ ചോദ്യവും ബാക്കി കൂടിയും വരുമ്പോഴത്തിന് സ്റ്റേജിലുള്ള പലർക്കും ഇപ്പൊ പ്രഷറെ കയറിയിട്ടുള്ളൂ. ഇനി ഞരമ്പ് പൊട്ടും. മനസ്സിലായില്ലേ? ഞരമ്പ് പൊട്ടി ഇവിടുന്ന് എടുക്കേണ്ടി വരും. നന്ദിയിലാണെങ്കിൽ ഇവിടെ പോണ വഴിക്കാണെങ്കിൽ ഒരു പാലമുണ്ട്. എപ്പോഴും ബ്ലോക്കുള്ള പാല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അവസാനം എന്തായിരുന്നൊരു 2 വിഭാഗവും കാര്യങ്ങൾ എഴുതി വായിക്കാൻ തീരുമാനിച്ചു, നിലപാടുകൾ എഴുതി വായിക്കാൻ തീരുമാനിച്ചു. ആദ്യം ആര് വായിക്കും? നിങ്ങൾ വായിച്ചോളി. നേരത്തെ കണ്ട ആവേശമൊന്നുമില്ല. എന്നാ പിന്നെ ടോസ് നന്നായി. ടോസ് ഇട്ട് ബഹുമാനനായ നബീൽ രണ്ടത്താണിക്ക് കിട്ടിയപ്പോ മറ്റേ മധ്യസ്ഥൻ അത് ടോസ് കറങ്ങിയിട്ടില്ല. 3.5 വയസ്സായ കുട്ടികൾ വരെ പറയാത്ത കാര്യം അല്ലേ? അവസാനം എന്ത് ചെയ്തു? അവസാനം ടോസ് അങ്ങനെ കറങ്ങുള്ളൂ, പോയോണ്ട് പറയുന്നത്. അപ്പൊ മൂപ്പര് മെല്ലെ കടലാസ് എടുത്ത് പോയി അവതരിപ്പിച്ചു. നമ്മൾ അവിടെ പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു, നിങ്ങൾ കേട്ടോളൂ. ഈ സംവാദം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സലഫി ദാവാ വിങ്ങിന്റെ മധ്യസ്ഥൻ എന്ന നിലയ്ക്ക് എനിക്ക് മുന്നോട്ട് വെക്കാനുള്ള നിർദ്ദേശം, മുൻ നിശ്ചയിച്ച വ്യവസ്ഥ പ്രകാരം തന്നെ സംവാദം പൂർത്തിയാക്കുകയും ശേഷം വല്ല കാര്യത്തിലും ചർച്ച വേണമെന്ന് ഇരുകൂട്ടരും ആവശ്യപ്പെടുന്നുവെങ്കിൽ അത് കൂടിയാലോചിച്ച് നമുക്ക് അനുവദിക്കാവുന്നതാണ്. 2, നിലവിലുള്ള വ്യവസ്ഥ പ്രകാരം 3ാമത്തെ ഖണ്ഡനത്തിന് 10 മിനിറ്റ് വീതം സമയം കൂടി സലഫി ദാവാ വിങ്ങിന് ബാക്കിയുണ്ട്. അത് പൂർത്തിയാക്കി ബാക്കി കാര്യങ്ങൾ കൂടിയാലോചിച്ച് തീരുമാനിക്കാം. അബ്ദുൽ മാലിക് സലഫി തന്റെ പുസ്തകത്തിൽ കളവ് നടത്തിയെന്ന അബ്ദുൽ ലത്തീഫിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണ് എന്ന് തെളിയിക്കാൻ അബ്ദുൽ മാലിക് സന്നദ്ധനാണ്. അതിന് ന്യായപ്രകാരം അദ്ദേഹത്തിന് വ്യവസ്ഥയിൽ അനുവദിക്കപ്പെട്ട സമയം നൽകാതിരിക്കുക എന്നത് ന്യായമല്ല. വ്യവസ്ഥ തയ്യാറാക്കുന്നതിന് വേണ്ടി അബ്ദുൽ മാലിക് സലഫി തന്നെയാണ് വന്നതെന്നിരിക്കെ അന്ന് അദ്ദേഹം കളവ് പറഞ്ഞവനാണ് എന്ന് പറയുകയോ ആ നിലക്ക് അദ്ദേഹത്തിന് ഇതിന് പറ്റില്ല എന്ന് എഴുതുകയോ ചെയ്യാതെ അദ്ദേഹത്തെ മാറ്റി നിർത്തണം എന്ന് പറയുന്നത് ഇപ്പോൾ പറയുന്നത് ശരിയല്ല. ആയതിനാൽ മറുഭാഗത്തിന്റെ പിടിവാശി സംവാദം നിർത്തിവെക്കാനുള്ള തന്ത്രമായിട്ടേ കാണാനാവും. ഇത് രണ്ടിനും നിങ്ങൾ സന്നദ്ധരല്ലെങ്കിൽ കഴിഞ്ഞ തവണ മുതൽ ആവശ്യപ്പെട്ടു തുടങ്ങിയ ഹാർമോണിയവുമായി ബന്ധപ്പെട്ട ഹദീസ്, സംഗീതം അനുവദനീയമാണെന്നതിന്റെ ആയത്ത് അടക്കമുള്ള കാര്യങ്ങൾ മറുപക്ഷം മധ്യസ്ഥന്മാരെ ഏൽപ്പിക്കുകയും സമാനമായി ഇങ്ങോട്ട് ആരോപിച്ചതിന്റെ നിജസ്ഥിതി വ്യക്തമാക്കുവാൻ ആവശ്യമായ രേഖകൾ സലഫി ദാവാ വിഭാഗവും മധ്യസ്ഥന്മാരെ ഏൽപ്പിക്കുക. ശേഷം നിലവിലുള്ള വ്യവസ്ഥ പ്രകാരം സംവാദം തുടരാം. ഇത് ഇരുവിഭാഗവും സമ്മതിക്കാത്തൊരു സാഹചര്യത്തിൽ നേരത്തെ അബൂബക്കർ മദനി സൂചിപ്പിച്ചതുപോലെ ഈ സംവാദം തൽക്കാലം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു തീരുമാനം ഉണ്ടായാൽ നമുക്ക് ഇത് തുടരാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ജീവിതത്തിൽ ഇത്ര ആത്മാർത്ഥമായിട്ട് അയാൾ അൽഹംദുലില്ലാഹ് പറഞ്ഞിട്ടുണ്ടാവില്ല.
ഇത് അവസാനിച്ചു എന്ന് കണ്ടപ്പോഴേ ഇത്ര ആത്മാർത്ഥമായിട്ട് മൂപ്പര് അൽഹംദുലില്ലാ പറഞ്ഞിട്ടുണ്ടാവില്ല. ഇനി എന്താ സുഹൃത്തുക്കളെ സ്വകാര്യം? എന്താ അതിന്റെ സ്വകാര്യം? അതുകൂടി നമ്മൾ പഠിക്കണം. ഇതിന്റെ സ്വകാര്യം എന്താ അറിയോ? അത് സംവാദം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. ചില ഭാഗങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാണ്. യഥാർത്ഥത്തിൽ ഈ വിഷയം ഖബർ ശിക്ഷയുമായി ബന്ധപ്പെട്ട സലാം സുല്ലമിയുടെ ഭാഗം കോട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കളവ് പറഞ്ഞതുകൊണ്ട്, കളവ് പറഞ്ഞ അയോഗ്യത അബ്ദുൽ മലിക് സലഫിക്ക് ഉള്ളത് കൊണ്ടാണ് സംവാദം മുടങ്ങേണ്ടതെങ്കിൽ ആദ്യത്തെ സംവാദം മുടങ്ങേണ്ടിയിരുന്നു. കാരണം അതിലെ 8ാമത്തെ ചോദ്യം എന്താ? 8ാമത്തെ ചോദ്യം നിങ്ങൾ കേട്ടോളൂ. ഇതേ വിഷയമാണ് അന്ന് ഞങ്ങൾ ചോദിച്ചിട്ടുള്ളത്. ആ ചോദ്യം നിങ്ങൾ കേട്ടോളൂ. അതുകൊണ്ട് എന്റെ അടുത്ത ചോദ്യം ശരിക്കും മനസ്സിലാക്കണം. മൻഹജ് തന്നെയാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഒന്നാമത്തെ തീരുമാനം എന്താ? ഖുർആനും സുന്നത്തും മനസ്സിലാക്കുന്നതിൽ മൻഹജ് വേണം. ആ മൻഹജിൽപ്പെട്ടതാണ് ഖുർആനിൽ സൂചിപ്പിച്ചിട്ടുള്ള, ഹദീസിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഖബറിൽ ശിക്ഷയുണ്ടാകുമെന്നുള്ളത്. ആ ഖബർ ശിക്ഷ വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾക്കെതിരാകുന്ന തരത്തിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹദീസുകൾ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ വിമർശിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ട്. ഏത് ആയത്താണ് ഖബർ ശിക്ഷയുടെ ഹദീസുകൾ നിരാകരിക്കുന്നത്? എന്റെ അടുത്ത ചോദ്യമാണ്. എന്റെ അടുത്ത ചോദ്യം ഇതാണ്: ഏത് ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഖബർ ശിക്ഷയുടെ ഹദീസ് എതിരാകുന്നത്? ആ ആയത്ത് നിങ്ങൾ ഓതണം. അന്ന് ചോദിച്ചതാണ് അല്ലേ? അന്ന് ചോദിച്ചപ്പോ പറഞ്ഞത് എന്താ അറിയോ? അന്ന് ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് പ്രതികരണങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ ചോദ്യത്തിനാണെന്നാണ് എന്റെ ഓർമ്മ. അത് അടുത്ത ആഴ്ച പറയാം. അപ്പൊ ഈ ആഴ്ച ചോദിച്ചപ്പോ പറയണം എന്താ അറിയോ? അത് പറയാനുള്ള സമയമല്ല. പിന്നെ നിങ്ങൾ അടുത്ത ആഴ്ച പറയാന്ന് പറഞ്ഞു. അപ്പൊ സുഹൃത്തുക്കളെ, സമ്പാദ്യ വ്യവസ്ഥന്റെ അന്നും ഇതേ അബ്ദുൽ മലിക് സലഫിയാണല്ലോ വ്യവസ്ഥക്ക് പോയത്. അന്നില്ല, അന്നൊരു കുഴപ്പമില്ല. അന്ന് പെരുങ്കള്ളനല്ല. ഇനി പെരുങ്കള്ളനാണെങ്കിൽ നിങ്ങൾ അത് തെളിയിക്കാൻ നിങ്ങൾക്ക് എത്ര അവസരം അവിടെ ഉണ്ട്? അബ്ദുൽ മലിക് സലഫിന്റെ 10 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങളെ ചോദ്യത്തിന്റെ സമയമുണ്ട്. ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയുന്ന സമയമുണ്ട്. ഒക്കെ ഉണ്ട്. സമാപന സംസാരം ഉണ്ട്. മാത്രമല്ല, കേരളത്തിൽ നാളെ മറ്റന്നാൾക്ക് നമ്മളൊക്കെ ജീവിക്കുന്നുണ്ട്. എന്തേ പേരോടുണ്ടായ അതേ തത്രപ്പാട്? മറ്റൊന്നല്ല, ഞങ്ങൾ നിങ്ങളെ പൊളിച്ച് അടുക്കി കൈ തരും. നിങ്ങൾക്ക് അറിയാം, കഴിഞ്ഞ സംവാദത്തോടു കൂടെ ഞങ്ങളെ ചൂടും ചൂരൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതന്നെ പ്രശ്നം, വേറൊന്നുമല്ല. ഇനി ഞാൻ വേറൊന്ന് ചോദിക്കണം. അബ്ദുൽ മലിക് സലഫി ആകെ കട്ടുദ്ധരിച്ചു എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ? അങ്ങനെ സമ്മതിക്കാൻ പറ്റുന്ന? ഇത് കട്ടുദ്ധരിച്ചു, ഇതിൽ പെരുങ്കള്ളൻ. മൂപ്പര് വേറെ ഒരുപാട് ബുക്സ് ഉദ്ധരിച്ചിട്ടുണ്ടല്ലോ, വേറെയും ഒരുപാട് ഉദ്ധരിച്ചിട്ടുണ്ട്. എന്താണ് ഖബർ ശിക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ കാര്യത്തിന്റെ അവസ്ഥ എന്ന് എന്റെ ബഹുമാനനായ സുഹൃത്ത് തന്നെ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. ഞാൻ അബ്ദുൽ മലിക് സലഫി തന്നെ ഉദ്ധരിച്ച നിങ്ങളുടെ വേറെ ചില പുസ്തകങ്ങൾ ഇവിടെ കൊണ്ടുവരികയാണ്. ആ ചോദ്യങ്ങൾ ഞങ്ങളുടെ വിഷയാവതരണത്തിൽ തന്നെ ഉന്നയിച്ച പുസ്തകങ്ങൾ, അതിന് ഉത്തരമില്ല എന്നുള്ളത് 1. 2, നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ പുതിയ അസലനുസരിച്ച് അദ്ദേഹം അതിലൊന്നും തിരിമറി നടത്തിയിട്ടില്ല എന്ന് നിങ്ങൾ സമ്മതിച്ചു അല്ലേ? സമ്മതിച്ചു. സാധാരണ എതിർ സ്ഥാനാർത്ഥി ഇല്ലാതിരിക്കുമ്പോ എന്ത് വെച്ചാല് പിന്നെ തെരഞ്ഞെടുപ്പില്ലാതെ ആൾക്ക് നേരെ പാർലമെന്റിക്ക് പോകാം എന്ന് പറയുന്ന മാതിരിയാണോ ഇനി ഞാൻ ഉദ്ധരിക്കാൻ പോണതൊക്കെ? ഇതിൽ നിങ്ങളൊന്നും മിണ്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, മറ്റേത് കള്ളത്തരുണ്ട് നിങ്ങൾ പറയും ചെയ്തു. അപ്പൊ അതിന്റെ അർത്ഥം ഇതൊക്കെയോ? ഇതിന്റെ പ്രശ്നം എന്താ അറിയോ? ഞാനിവിടെ വളരെ കുറഞ്ഞ സമയം, ഒരു 10-20 മിനിറ്റ് കൂടിയാണ് പറയാ. ആ സമയത്തിന്റെ ഉള്ളിൽ നിങ്ങൾ കേൾക്കുന്നത് അടക്കം 3.5 മണിക്കൂറിൽ ശ്വാസം വിടാൻ എന്റെ ജ്യേഷ്ഠ സുഹൃത്തെ അബ്ദുൽ മലിക് സലഫി നേരം കൊടുത്തില്ല. സംഗതി ഒന്ന് പൊങ്ങണ്ടേ, എന്നാലല്ലേ ഒഴിവാക്കാന്ന് കൊണ്ട് നമ്പൂരി ചോദിച്ചില്ലേ? ഇങ്ങനെ മുങ്ങണിന്റെ അടിയിൽ അങ്ങനെ പോകാണ് വയറ്റിന്റെ ഉള്ളിക്ക്. ഒന്ന് നിന്ന് കിട്ടേണ്ടത് എന്ന് വെച്ചില്ലേ എന്നറിഞ്ഞ മാതിരിയാണ്. നിലത്തിരുത്തിയിട്ടില്ല, വായുവിലിട്ടിട്ട് അടിച്ചേ. നിലത്തിരുന്നാലല്ലോ ഒന്ന് കാലുറപ്പിക്കുക, അതിന് നിലത്ത് നിൽക്കാൻ അവസരം കൊടുത്തിട്ടില്ല. ആജാതി ചില ചോദ്യങ്ങളുണ്ട്, ഒന്ന് നിങ്ങൾ കേട്ടോളൂ. സനദും മത്തിനുമായി ബന്ധപ്പെട്ട് ഇവരുടെ അത്തൗഹീദ് മാസികയിൽ വന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള ഒരു ഭാഗം കേട്ടോളൂ. ഈ സനദും മത്തിനും എന്ന നിങ്ങളുടെ ലേഖനം, അബ്ദുസ്സലാം സുല്ലമി എഴുതിയ ലേഖനം ഞാൻ ചോദിക്കട്ടെ. അതിൽ ഇദ്ദേഹം പറയുന്നു, അതിൽ ഒന്നാമത്തെ കാര്യം ഖുർആനെതിരാണെന്നതിനാൽ ദുർബലമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ ചില ഹദീസുകൾ എന്നിട്ട് അദ്ദേഹം ഉദാഹരണം കൊടുക്കുകയാണ്. ഇമാം ഖുർത്തുബി റഹിമഹുള്ള ഈ ഹദീസ് ഖുർആനെതിരായതിനാൽ ദുർബലമാണെന്ന് പറയുന്നു. ഫത്ഹുൽ ബാരി 1:569. വേഗം ഫത്ഹുൽ ബാരി എടുക്ക്. ഫത്ഹുൽ ബാരിയിൽ ഇങ്ങനെ ഒരു വാചകം നിങ്ങൾ കാണിച്ചു തരണം.
അള്ളാഹുവിന്റെ ഖുർആന്റെ പേരിൽ നിങ്ങൾ കളവ് പറയുന്നു, റസൂലുള്ളാഹിന്റെ ഹദീസിന്റെ പേരിൽ നിങ്ങൾ കളവ് പറയുന്നു, ഫത്ഹുൽ ബാരിയുടെ പേരിൽ നിങ്ങൾ കളവ് പറയുന്നു. ലത്തീഫ് മൗലവി ഫത്ഹുൽ ബാരി എടുത്ത് ശരിക്കും അർക്കത്തിൽ വായിച്ചു നോക്കി, റെഡി ആക്കിക്കോളി. ഇതാ ഇമാം ഖുർത്തുബി ഈ ഹദീസ് ഖുർആനെതിരായതിനാൽ ദുർബലമാണെന്ന് പറഞ്ഞു. നിങ്ങൾ എടുക്കും ഫത്ഹുൽ ബാരി. ഫത്ഹുൽ ബാരിയിൽ ഇങ്ങനെ ഒരു വാചകം നിങ്ങൾ കാണിക്കാതെ ഇൻഷാ അല്ലാഹ് ഈ സംവാദം നിങ്ങൾ വിടൂല. നിങ്ങൾ അത് കേട്ടോടുകൂടെ ഞെട്ടി വിടൂല. സംഗതി എന്താ? സംവാദം തുടർന്ന് അത് പറഞ്ഞു കൊടുക്കേണ്ടി വരും. സംവാദം തുടർന്ന് അത് പറഞ്ഞുകൊടുക്കേണ്ടി വരും. ഖുറാഫികളെ പോലെ അല്ലല്ലോ. ഏതായാലും മുജാഹിദുകളുടെ കോമൺ സെൻസ് നിങ്ങളെ കൂടെ നിൽക്കുന്നവർക്കുണ്ടല്ലോ അല്ലേ? സംഗതി എന്താന്ന് വെച്ചാൽ ബുദ്ധി പ്രയോഗിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ, അത് അസ്ഥാനത്ത് പ്രയോഗിക്കണം എന്നുള്ളത് മാത്രമേ പലപ്പോഴും നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട പല അണികൾക്കുള്ള കുഴപ്പമുള്ളൂ. 210 മാർക്ക് SSLCക്ക് കിട്ടാത്ത ആള് ബുഖാരിന്റെ കിതാബ് മുന്നിൽ വെച്ച് ഗവേഷണം നടത്തുന്ന ചെറിയ പ്രശ്നമുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് സംഘടനാ ചർച്ചകളിലും യോഗങ്ങളിലും കൗൺസിലിലും ഒക്കെ വരും അറിയണോണ്ട് ഇതിന്ന് രക്ഷപ്പെടണം. ഇനി ഇവിടെ ഉദ്ധരിച്ച ഈ കാര്യം, ഇതിന്റെ സ്ഥിതി എന്താ? ഇത് അബ്ദുൽ മലിക് സൽഫി കട്ടുമുറിച്ച് വായിച്ചതാ? ഈ വിഷയത്തിൽ മുമ്പ് പെരുങ്കള്ളനാ? ഇതൊക്കെ നൂറ്റാണ്ടുകൾ നിലനിൽക്കുന്ന ചോദ്യ, മനസ്സിലായില്ലേ? നൂറ്റാണ്ടുകൾ നിലനിൽക്കുന്ന ചോദ്യ. പേരോട് ഇടപെട്ടത് ചെയ്തതുപോലെ, കാന്തപുരം കൊട്ടപ്പുറത്ത് ചെയ്തതുപോലത്തെ പണിയെടുത്ത് പോയാൽ എന്താണോ അവർക്ക് കിട്ടിയത് അത് നിങ്ങൾക്ക് കിട്ടും. അത്രേ ഉള്ളൂ. സുഹൃത്തുക്കളെ, കലക്കാനുള്ള ബോധപൂർവമായ ശ്രമം ഉണ്ടെന്നതിന്റെ മറ്റൊരു തെളിവാണ് ആദ്യം വന്നിട്ട് അലി മദനി വന്നിട്ട് ഒരു പ്രബന്ധം വായിച്ചു. അത് കഴിഞ്ഞിട്ട് കുഴിപ്പുറ സുല്ലമിന്റെ വക പ്രബന്ധം, അത് കഴിഞ്ഞിട്ട് അബ്ദുൽ അസീസ് സുല്ലമിന്റെ വക പ്രബന്ധം. എല്ലാവരും പറഞ്ഞത് വേറെ വേറെ ഏരിയ. ഇപ്പൊ എന്താ അവർ തീരുമാനിച്ചത്? അവർക്ക് പറയാനുള്ള ചില ഏരിയകൾ പറഞ്ഞു തീരുമ്പോൾ ഇത് പൊളിക്കുക. അവസാനം വന്നാൽക്ക് പ്രത്യേകിച്ച് ഏരിയ ഒന്നുമില്ല. എന്താ? പൊളിക്കന്നെയാണ് എന്റെ ഏരിയ മോനെ, പൊളിച്ചിട്ട് വരെ രക്ഷപ്പെട്ടോ. ആ പൊളിക്കേണ്ടി വന്നത് ഇത്തരം ചോദ്യങ്ങൾ വന്നതുകൊണ്ടാണ്. അടുത്ത ഒരു പുസ്തകം നോക്കൂ, എടരിക്കോട് തൗഹീദ് എന്ന പേരിൽ നന്ദി സംവാദത്തോടു കൂടെ പുതിയ നാമധേയത്വത്തിൽ അറിയപ്പെട്ട പുതിയ തൗഹീദ്. 2012 തൗഹീദ് ഉണ്ട്, 2002 തൗഹീദ് ഉണ്ട്. 2002 തൗഹീദ് ഈസിക്കൽ ടു 2012 തൗഹീദ് ഈസിക്കൽ ടു നെല്ലിക്കുത്ത് മുസ്ലിയാർ തൗഹീദ്. അതിവിടെ ബഹുമാനനായ എന്റെ സുഹൃത്ത് കൃത്യമായിട്ട് നിങ്ങളെ പഠിപ്പിച്ചെന്നാണ്. എന്നാൽ പുതിയൊരു തൗഹീദ്, എടരിക്കോട് തൗഹീദ് കേൾക്കുക. ഇതാ കേട്ടോ, ഇതിന്റെ 20ാമത്തെ ഇത് പഴയ തൗഹീദൊന്നുമല്ല, നിങ്ങളുടെ എടരിക്കോട് തൗഹീദാണ്. മനസ്സിലായില്ലേ? എടരിക്കോട്ടിലെ തൗഹീദാണിത്. ഇൻഷാ അല്ലാഹ് ലേറ്റസ്റ്റ് നല്ല ഫ്രഷ് സാധന. ഇതൊക്കെ വായിച്ചു പഠിച്ചിട്ട് വന്ന സംഭവത്തിന് കേട്ടോളൂ. ഇസ്ലാമിന്റെ 2 അടിസ്ഥാന തത്വങ്ങൾക്ക് ഈ ഹദീസ് എതിരായത് കൊണ്ടാണ് ഭൂരിപക്ഷം മുസ്ലിം പണ്ഡിതന്മാരും ഈ ഹദീസിനെ ദുർബലമാക്കുന്നതെന്ന് ശേഷം അദ്ദേഹം പറയുന്നു. അത് ഇബ്നു ഹജർ പറയുന്നു. ഞാൻ ചോദിക്കട്ടെ ലത്തീഫ് മൗലവി, നിങ്ങൾ ഫത്ഹുൽ ബാരി എടുക്കൂ. ഫത്ഹുൽ ബാരിയിൽ നിന്ന് 6-ാം വാള്യം 434-ാമത്തെ പേജിൽ ഇങ്ങനൊരു വാചകം നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമോ? നിങ്ങൾ എന്താ വിചാരിച്ചത്? പച്ച നുണ. നിങ്ങൾ ഈ സാധാരണക്കാരായ ആളുകളുടെ മുമ്പിൽ ഹദീസിനെ പരിഹസിക്കാനും നിഷേധിക്കാനും വേണ്ടിയിട്ട് നിങ്ങൾ ആ പണ്ഡിതന്മാരുടെ പേരിൽ അള്ളാന്റെ ഖുർആന്റെ പേരിൽ കളവ് പറയുന്നു, റസൂലുള്ളാഹിന്റെ സഹാബത്തിന്റെ പേരിൽ കളവ് പറയുന്നു, ഇമാം ബുഖാരിയുടെ പേരിൽ കളവ് പറയുന്നു, അതുപോലെ തന്നെ ഇബ്നു ഹജർ അസ്ഖലാനിയുടെ പേരിൽ കളവ് പറയുന്നു. ഇതൊക്കെ തെളിയിക്കണ്ടേ? സംഗതി മുടക്കിയിട്ടില്ലെങ്കിൽ ഇതൊക്കെ അതിനൊക്കെ മറുപടി പറയേണ്ടി വരും. മറുപടി പറയാനാണെങ്കിൽ പൂതി വെച്ചിരിക്കണ കുഴിപ്പുറ സുല്ലമി സിസ്മദിനെ അപ്പുറത്ത്. മനസ്സിലായില്ലേ? ഓല് രണ്ടാളും കാര്യം എന്താ ഉണ്ടാകുക നിങ്ങൾ കണ്ടും ചെയ്ത് നേരത്തെ. ഒരു രണ്ടാളും കയറിയാൽ എന്താ ഉണ്ടാകുക എന്നുള്ളിൽ കുഴിപ്പുറ സുല്ലമിന്റെ കണ്ടു. ഉസ്താദിന്റെ ഇടാനുള്ള സമയം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, നമുക്ക് നോക്കാം, മാക്സിമം ശ്രമിക്കാം. ഇനി അടുത്തത്, അപ്പൊ ഈ 2 ബുക്കിലൊരു കുഴപ്പമില്ല, ഇത് വളരെ റെഡിയാണ്. നിങ്ങൾക്കുള്ള പ്രശ്നമാണ്. കാരണം നിങ്ങൾ മുടക്കിയത് എന്തുമേ, നിങ്ങൾ മുടക്കിയപ്പോ ഇത് ഉന്നയിച്ചിട്ടില്ലല്ലോ. ആ സ്ഥിതിക്ക് ഇതിന് ഒരു തകരാറില്ല, നിങ്ങൾക്ക് മനസ്സിലായി. ഇനി അടുത്തത് ഹമീദ് മദനിയുടെ ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറിക്കാരന്റെ കൗത്തിന് അടുത്ത പിടുത്തം കണ്ടു. അതിൽ നിങ്ങൾ ജൂതന്മാരെ പോലെ നിങ്ങൾ ഗ്രന്ഥങ്ങൾ കട്ടുമുറിക്കുന്നവരാണ്, അള്ളാഹുവിന്റെ ഖുർആന്റെ പേരിൽ കളവ് പറയുന്നവരാണ് നിങ്ങൾ. ഇതാ ഹിശാം ഇബ്നു ഉർവ എന്ന് പറയുന്ന റാവിയെ സംബന്ധിച്ച് ഇബ്നു ഹജർ അസ്ഖലാനി തന്റെ ഹദീസ് സാരിയിൽ പറഞ്ഞ വാചകം എടുത്തുദ്ധരിച്ചു. എന്നിട്ട് അതിന്റെ അവസാന ഭാഗം ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞിട്ടുണ്ട്, വഖദ് ഇഹ്തജ്ജ ബിഹിശാം ജമീഉൽ അയിമ്മ. ഹിശാമിനെ കൊണ്ട് മുഴുവൻ അയിമ്മത്തും ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ള ഹദീസ് പണ്ഡിതന്മാർ മുഴുവനും ഹിശാമിനെ കൊണ്ട് തെളിവെടുത്തിട്ടുണ്ടെന്ന് ഇബ്നു ഹജറിന്റെ വാചകം. ഇതിൽ നിങ്ങൾ കട്ടുമുറിച്ചു. സുഹൃത്തുക്കളെ, ജൂതന്മാരെ പണിയെടുത്തു. ജൂതന്മാരാണ് നമ്മൾ നിങ്ങട്ട് ആക്ഷേപിച്ചപ്പോ അത് അതേ നാണയത്തിൽ അങ്ങോട്ട് തിരിച്ചെത്തി. ഞങ്ങളെ പറ്റി പറയുമ്പോൾ സൂക്ഷിച്ചു പറയണം.
ഞങ്ങളെ പറ്റി പറഞ്ഞതൊക്കെ പറഞ്ഞവരടുത്തേക്ക് തിരിച്ചു പോന്നിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞതൊക്കെ തിരിച്ചു പോന്നിട്ടുണ്ട്. സൂക്ഷിച്ചോളി. കാരണം എന്താ അറിയോ, ഞങ്ങൾക്ക് സംവാദത്തിൽ പോലും തെറ്റിയിട്ടുണ്ടെങ്കിൽ തെറ്റി എന്ന് പറയാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഇനി തെറ്റി എന്ന് പറയാൻ ബുദ്ധിമുട്ടായി അവിടെ നിന്ന് ഇറങ്ങി ചെന്നാലേ ആയിരക്കണക്കിന് പ്രവർത്തകരെ ഫോൺ ഇങ്ങനെ റിങ് ചെയ്യും. അത് ഞങ്ങൾക്ക് തെറ്റി എന്നാണ് പറഞ്ഞൂടെ, നിങ്ങൾ ആരെ സംരക്ഷിക്കണേ എന്ന് ചോദിക്കും. മനസ്സിലായില്ലേ? ഞങ്ങളെ പണ്ഡിത ചർച്ചകളിൽ അത് വരും. അള്ളാഹുവിന്റെ ദീൻ അതിന്റെ തനി നിറത്തിൽ സുന്ദരമായി പ്രചരിപ്പിക്കാനുള്ള ദൗത്യമാണ് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. ഇനി ഇവിടുത്തെ സമസ്തക്കാര് ചെയ്യണ പണി ലൈഫായ ഹദീസും മൗലൂഅ ഹദീസും ആരാ ഉദ്ധരിക്കുക? ഭയങ്കര ഹദീസ. എല്ലാ സാധാരണക്കാരനും കാണാതെ അറിയാം. മൗലൂഇന്റെ ഉദാഹരണമായി മൗലൂഇനെ സംബന്ധിച്ച് പറയുന്നിടത്ത് പണ്ഡിതന്മാർ ഉദ്ധരിച്ച ഹദീസാണ് അല്ലേ. അതിന് കാന്തപുര സമസ്തന്റെ ചില ആളുകൾ വീക്കൂന്നും കൂടി ഇട്ടെടുത്തു. വിശുദ്ധ ഖുർആൻ. ഇപ്പൊ ചില കുട്ടികൾ സംശയം ചോദിച്ചു, ഉസ്താദേ ഖുർആനിൽ എവിടെ ഉള്ളത്? അപ്പൊ എന്റെ മറുപടി എന്താ അറിയും? അത് വിശുദ്ധ ഖുദ്സിയായ ഹദീസാണ്. ആയിക്കോട്ടെ, എന്നാ വിശുദ്ധ ഖുദ്സിയായ ഹദീസിൽ എവിടെ ഉള്ളത്? അപ്പൊ പിന്നെ ചില നാക്കാലിന്റെ പേരൊക്കെയാണ് കേട്ടതെന്നാണ് ഒരു റിപ്പോർട്ട്. ഏതാണെങ്കിലും മൗലൂആയ ഹദീസ് അടക്കം ഇവരുടെ വാദം പിടിച്ചു നിർത്താൻ ഇവർ ഉന്നയിക്കുമെന്നത് അദ്ദേഹം ഗ്രന്ഥമുദ്ധരിച്ചു. അപ്പൊ ഇതിലും വെട്ടിത്തിരുത്തലും കള്ളത്തരൊന്നും കാട്ടിയിട്ടില്ല എന്നാണല്ലോ. മറ്റേതിൽ കള്ളത്തരം കാട്ടി, അതുകൊണ്ട് നിർത്തണം നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ കേട്ടോളൂ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മൗലൂആയ ഹദീസ് നിങ്ങൾ ഉദ്ധരിക്കും. ഇവാമുൽ മർഇ അഖ്ലുഹു എന്ന കള്ള ഹദീസ് ഇതിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഏത് മുഹദ്ദിസാണ് തന്റെ വാദം സ്ഥാപിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ബുഖാരിയെ വിമർശിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു കള്ള ഹദീസ് ഉദ്ധരിച്ചത്? അപ്പോൾ നിങ്ങളുടെ നിഷേധം തന്നെയാണ്, സംശയമില്ല. ഒരു സംശയമല്ല, നിങ്ങൾക്ക് നിഷേധമാണ്. ഓർക്കും സംശയമല്ല. സംഗതി അവിടെ മറ്റേ മക്തബാശാമിൽ അടിച്ചു നോക്കിയപ്പോ ശരിക്കും കണ്ടിട്ടുണ്ടാവും. മൻസൂർ അലി മുണ്ടിയിട്ടില്ല, അനങ്ങാതെ കുത്തിരിക്ക പ്രതിമമായിരി. മുപ്പർക്കുള്ള പണി ആകെ ഇങ്ങനെ മക്തബാശാമിൽ മേഡലായിരുന്നു. മനസ്സിലായില്ലേ? അപ്പൊ കണ്ടിട്ടുണ്ടാകും. കണ്ട സ്ഥിതിക്ക് മോനെ, എന്റെ ഡ്യൂട്ടി 3 പ്രബന്ധം കഴിഞ്ഞു, എന്റെ ഡ്യൂട്ടി പൊളിക്കലാണ്, പൊളിച്ചാളാന്ന് പറഞ്ഞു. മൂപ്പര് പൊളിച്ചു. മധ്യസ്ഥന് സ്വയം ആയി രംഗത്ത് വന്നു. ഞാന് എന്ന് പറയണേ ചില ആളുകളെ കാറ്റഗറിക്ക് വന്നു. എന്നിട്ടോ സംഗതി പൊളിച്ചടുക്കി പെട്ടെന്ന് ഇറങ്ങിപ്പോകാനുള്ള ശ്രമം നടത്തി. പക്ഷേ നിങ്ങൾ പൊളിക്കല്ല ചെയ്തത്, നിങ്ങൾ ശരിക്ക് സ്വയം പൊളിയുകയാണ് ചെയ്തത് എന്നുള്ളത് വരും ദിവസത്തിലെ കേരളം പരീക്ഷ നിന്ന് കഴിയട്ടെ, നമുക്ക് ശരിയാക്കാം. ഞാൻ അടുത്തത് നിങ്ങൾ കണ്ടോളി. എന്താ അറിയാം മുങ്ങാനുള്ള കാരണം ഞങ്ങളൊരു ലിസ്റ്റ് അവതരിപ്പിച്ചിരുന്നു ഒന്നാമത്തെ സംവാദം മുതൽക്ക്. ആ ലിസ്റ്റ് നിങ്ങളൊന്ന് കേട്ടോളി. സിറാത്ത് നിഷേധിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ കഴിയുമോ? നുസൂൽ നിഷേധിച്ചിട്ടുണ്ട്, നസ്ഖ് നിഷേധിച്ചിട്ടുണ്ട്, റജ്മ് നിഷേധിച്ചിട്ടുണ്ട്, സിഹർ നിഷേധിച്ചിട്ടുണ്ട്, കണ്ണേർ നിഷേധിച്ചിട്ടുണ്ട്. തെളിവ് ചോദിച്ച അപ്പം തരാം ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ പിശാച് ബാധ, ദജ്ജാലിൽ നിങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്, ഈ വീണാൽ എന്ന ഹദീസ് നിങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ താടിയുടെ ഹദീസ് നിങ്ങൾ പരിഹസിക്കാറുണ്ട്. മലക്കുൽ മൗത്തിന്റെ ഹദീസ് നിങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്. ഖന്തറത്തിന്റെ ഹദീസ്, അതുപോലെ തന്നെ കദ്ബാത്ത് ഇബ്രാഹിം ഇവിടെ കളവുകൾ പറഞ്ഞ ഹദീസ് സംബന്ധിച്ച് നിങ്ങൾ അത് വിമർശനം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്തായിട്ടുള്ള ചന്ദ്രൻ പിളർന്ന് നിങ്ങൾ നിഷേധിക്കുന്നുണ്ട്. അജ്വാക്കാരൊക്കെ നിങ്ങൾ പരിഹസിക്കുന്നുണ്ട്. തബറുക്കുമായി ബന്ധപ്പെട്ട മുഴുവൻ ഹദീസുകളെയും ഈ ചെയ്തിരിക്കുന്ന ആൾ അയാൾ നിഷേധിച്ച് പരിഹസിച്ചുകൊണ്ട് ലേഖനം എഴുതിയിട്ടുണ്ട്. ഇതാണ് നിഷേധം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന നിഷേധത്തിന്റെ ലിസ്റ്റ് നിങ്ങൾ കേട്ടല്ലോ. ഇതിൽ ഏതെങ്കിലും ഒന്നിനെ നിങ്ങളുടെ വിമർശനത്തിന് ന്യായമായിക്കൊണ്ട് ഒരു മുൻഗാമിയെങ്കിലും ഉദ്ധരിക്കാൻ നിങ്ങൾക്ക് കഴിയണം. സിറാത്ത് പാലമില്ല എന്ന് പറഞ്ഞത് ആരാണ്? അള്ളാഹു ഇറങ്ങിയാൽ അള്ളാഹുവിന് അറശിലിരിക്കാൻ സമയം ഉണ്ടാകില്ലെന്ന് പറഞ്ഞത് ആരാണ്? നിങ്ങൾ ഇവിടെ തെളിയിക്കണം. അതെങ്ങനെ തെളിയിക്കുക? ആകെ കൊണ്ടുവന്ന മാസ്റ്റർ പീസ് എന്താ അറിയോ? മുമ്പ് ഓൺലൈൻ സംവാദത്തിലും കൊണ്ടുവന്ന മാസ്റ്റർ പീസ് ഞങ്ങൾ മാത്രമല്ല വിമർശിച്ചിട്ടുള്ളത്. ദാറുഖുത്നി വിമർശിച്ചിട്ടുണ്ട്, ഹാക്കിം വിമർശിച്ചിട്ടുണ്ട്. അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞതാ പോത്തും ചെമ്പോത്തും രണ്ടാണ്. പോത്ത് പോത്താണ്, ചെമ്പോത്ത് ചെമ്പോത്താ. പോത്ത് നാക്കാലിയാണ്, ഹക്കീകത്തും അല്ലാത്തിനൊക്കെ അറുക്കണവരെ ഒരു മൃഗമാണ് അല്ലെ, മറ്റേതൊരു പക്ഷിയാണ്. രണ്ടിന്റെയും കൂടെ പോത്തുണ്ടെന്നുള്ളതുകൊണ്ട് സംഗതി കൊക്ക് കുളിച്ചാൽ കുയിലാകൂല, കുയില് കുളിച്ചാൽ കൊക്കു ആകൂല. അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കണം, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസങ്ങളെ പഠിപ്പിച്ചതാണ് അബ്ദുൽ മലിക് സലഫി. എന്താ? ദാറുഖുത്നി ഹദീസിനെ വിമർശിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ നിരൂപണം, നഖ്ദ്, വിമർശനം എന്നല്ല, നഖ്ദ് നിരൂപണം, ആ നിരൂപണത്തിന്റെ അവസ്ഥയിലേക്ക് മൂപ്പരെത്തിയാണ്. LKG-കാരനായ കുട്ടി വന്നിട്ട് പറയാ, അപ്പാ എനിക്ക് പെണ്ണെട്ടണം, കെട്ടിച്ചെടുക്കോ? അതിനൊക്കെ ഒരു അവസ്ഥ, ഒരു സാഹചര്യം, ഒരു സന്ദർഭമൊക്കെ ഉണ്ട്. പ്രായവും കാലൊക്കെ ആവുമ്പോ ചെയ്തൊടുക്കും, എന്ന് പറഞ്ഞതുപോലെ നിരൂപണത്തിനും ചില ശുറൂത്തുകളുണ്ട്. മനസ്സിലായില്ലേ? നിരൂപണം നടത്തുന്ന ആൾക്കുള്ള ചില ഷർത്തുകളും ചില യോഗ്യതകളൊക്കെ ഉണ്ട്. ആ യോഗ്യതയുള്ള ദാറുഖുത്നി അടക്കം നിരൂപിച്ച് അവസാനം സിറാത്ത് പാലല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? നുസൂൽ ഈസ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ?
ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞു എന്ന് പറയപ്പെടുന്ന കളവ് എന്ന് സാങ്കേതിക അർത്ഥത്തിൽ പറയപ്പെടുന്ന ആ കാര്യങ്ങൾ അത് അദ്ദേഹത്തിന്റെ പ്രവാചകത്വത്തിന് യോജിച്ചതല്ല. അതുകൊണ്ട് ഹദീസ് തട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? മലക്കുൽ മൗത്ത് കണ്ണു പൊട്ടിച്ചു എന്ന് പറയുന്ന ഹദീസ് നിഷേധിച്ചിട്ടുണ്ടോ? ഈച്ചയുടെ ഹദീസിനെ വിമർശിച്ചിട്ടുണ്ടോ? എന്താ ചോദിച്ചത്? അതുകൊണ്ട് ഒന്ന് പോത്ത്, മറ്റേത് ചെമ്പോത്ത് അല്ലേ? രണ്ടും തമ്മിൽ സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന ആൾക്കാരും അതിന്റെ യഥാർത്ഥ കക്ഷിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട് എന്നത് മനസ്സിലാക്കണമെന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞത്. ഇനിയും ഇതും പൊളിയാനുള്ള കുറെ കാരണമുണ്ട്. എന്താ അറിയോ? കുഴിപ്പുറം സുല്ലമിയുടെ കഴുത്തിലാണ് കെട്ടിയത്. ചോദ്യങ്ങളുടെ വലിയൊരു ശേഖരം തന്നെ കെട്ടിയത്. അത് എന്താന്ന് വെച്ചാൽ ഉള്ളിൽ കുറെ അടി നടക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ഞങ്ങളുള്ളിൽ അടിയുണ്ട്, ഞങ്ങളെ തന്നെ 3 തൊലാക്കും ചൊല്ലി ചില ആൾക്കാർ പോയി എന്നൊക്കെയാണ് ഭയങ്കര ബഹളം അല്ലേ? ഞങ്ങളെ കൂട്ടുന്ന ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ പോയ ആളുകൾ ആരെങ്കിലും ഒരാള് ഞങ്ങളോട് ഞങ്ങളുടെ വിഷയത്തിൽ സുഹൃത്തുക്കളെ വിശേഷിച്ച് ഏറ്റവും അവസാനം നിങ്ങൾ സംവാദത്തിൽ തന്നെ ഉദ്ധരിച്ച ചില പേരുകൾ, അതുമായി ബന്ധപ്പെട്ട ആളുകൾ കഴിഞ്ഞ 10 വർഷം പറയണേ ഒരു പോയിന്റ് പോലും മാറ്റി പറഞ്ഞിട്ടില്ല. സംവിധാനങ്ങളെ മുന്നോട്ട് നയിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ ചർച്ചകളിലെ വ്യത്യസ്ത അഭിപ്രായം കൊണ്ട് ഇറങ്ങിപ്പോയത്. നിങ്ങളെ കൂട്ടത്തുനിന്ന് പോയ ആളുകളോ അവര് വിഷയങ്ങളെ പഠിക്കുന്നുണ്ട്. അവര് പഠിക്കട്ടെ. പഠിക്കുമ്പോ ഒരു കാര്യം അവർക്ക് മനസ്സിലാകും, ആ കൂടാരം എനിക്ക് പറ്റിയതല്ല. മർക്കസുദ്ദാവിന്ന് ഇറങ്ങിയിട്ട് മർക്കസുദ്ദാവ എന്നുള്ള വാല് വിട്ടിട്ട് വാലില്ലാത്തവർക്ക് എത്തുമ്പോ മനസ്സിലാകും ഇത് KNM എന്ന് പറയുന്നത് KMOല ഉണ്ടാക്കിയതല്ല. മനസ്സിലായില്ലേ? അത് അദ്ദേഹത്തിന്റെ പഠനം അത് നടക്കട്ടെ, തുടരട്ടെ എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇരിക്കട്ടെ. ഏതാണെങ്കിലും കുഴിപ്പുറം സുല്ലമിനോട് പ്രത്യേകിച്ച് അബ്ദുൽ മലിക് സലഫിക്ക് ഈ സംവാദത്തിൽ വലിയൊരു ഇഷ്ടം തോന്നിയതുകൊണ്ട് ഒരു ചോദ്യം കൂടി കേട്ടോളി. ഈ ആളുകൾ ഒറ്റ ആളുകളും സിഹിറിന്റെ ഹദീസ് ഈ സംവാദം നടത്താൻ വന്നിരിക്കുന്ന ഒരു മനുഷ്യൻ പോലും സിഹിറിന്റെ ഹദീസ് മുഴുവൻ വായിച്ചു പഠിച്ചിട്ടില്ല കേട്ടോ. ഇയാൾ എഴുതി വിടാണ്. എന്താ എഴുതിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹിർ ബാധിച്ചു എന്ന് പറയുന്ന ഹദീസ് പല കാരണങ്ങളാലും സ്വീകാര്യോഗ്യമല്ല. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹിർ ബാധിച്ചു എന്ന ഹദീസ് റിപ്പോർട്ട് ചെയ്തത് സഹാബിയല്ല, ഹിശാം ബിൻ ഉർവയാണ്. ഓ സുല്ലമി, നിങ്ങൾ സഹീഹുൽ ബുഖാരി കണ്ടിട്ടുണ്ടോ? എന്താ സഹീഹുൽ ബുഖാരിയിലെ ഹദീസ് എന്താ? ഇയാൾ പറഞ്ഞ ഒരൊറ്റ സഹാബിയും പറഞ്ഞിട്ടില്ല. ഹിശാം ബിൻ ഉർവയാണ് ഹദീസ് പറഞ്ഞത്. ലത്തീഫ് മൗലവി ശരിക്കും കേട്ട് പഠിച്ചോ. അൻ ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത്, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഓ സുല്ലമി, നിങ്ങൾ നഹ്വു സർഫ് നിങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് തിരുന്ന ആളാണല്ലോ, ഈ കാലത്തിന്റെ ഫായിദാരം ഈ കാലത്തിന്റെ ഫായിദാര നിങ്ങൾ എന്താ എഴുതിയത്? നിങ്ങൾ എന്താ വിചാരിച്ചത്? നിങ്ങൾ എന്താ സിഹിർ ബാധിച്ചു എന്ന ഹദീസ് റിപ്പോർട്ട് ചെയ്ത് സഹാബിയല്ല, ആയിഷ ബീവി സഹാബിയല്ലേ? ആയിഷ ബീവി സഹാബിയല്ലേ? സെയ്ദ് ഇബ്നു അർഖം സഹാബിയല്ലേ? എന്താ ഇവിടെ ശ്രദ്ധിക്കുങ്ങള്? ഈ കാലത്തിന്റെ ഫായിദാരാണ് ഹിശാമാണോ? അപ്പൊ റസൂലുള്ളാഹിക്ക് സിഹിർ ബാധിച്ച ഹദീസിനെ തട്ടാൻ വേണ്ടി പാച്ചാന്നോണ സഹാബി പണ്ട് ഖുറാഫികൾ പറഞ്ഞിരുന്നത് ആ ഫാത്തിമ റളിയല്ലാഹു അൻഹ മുസ്ലിം ആയിരുന്നില്ല എന്ന് കോടതിയിൽ ഇത്തരം വിട്ടിയപ്പോൾ പറഞ്ഞിരുന്നു. അതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹ സഹാബിയായ അല്ലാതാക്കി നിങ്ങൾ. ആയിഷ കാലത്ത് എന്ന് പറഞ്ഞാൽ ആയിഷ ബീവി പറഞ്ഞു എന്നാണ്. ആയിഷ ബീവി സ്വഹാബിയല്ലേ? സംഗതി കരിമ്പിലാക്കൽ വരാത്തത് നന്നായി. മൂപ്പര് അവസരം പൊളിക്കാനുള്ള അവസരമാക്കി കൊടുത്ത് അത് സ്വഹാബിയല്ല, അത് സ്വഹാബി വനിതയാണ് എന്നാൽ മൂപ്പര് പറയാൻ സാധ്യത ഉണ്ടെങ്കിൽ അതിന്റെ മരുന്ന് കൊണ്ട് തന്നെ ഞങ്ങൾ പോകുന്നത്. നിങ്ങൾ അങ്ങനെ പോന്ന മുമ്പ് ബത്തപ്പരിയം സംവാദത്തുന്ന ഒരാൾ അവസാനം പറഞ്ഞില്ലേ, അതൊന്നും ശരിയാവില്ല, അത് മുസ്ലിം ജിന്നിനോട് ചോദിക്കുമ്പോഴല്ലേ വസീലത്ത് ശിർക്ക്, കാഫിർ ജിന്നിനോട് ചോദിക്കുമ്പോ അല്ലല്ലോ. അതേ നിലവാരത്തിലുള്ള ചോദ്യം. അപ്പൊ ഞങ്ങൾ അതേ കിതാബിന്ന് 8 വരി മേലെന്ന് അതേ ഗ്രന്ഥകർത്താവിൻ്റെ കൊടുത്തു. ഇവിടെ കാഫറും ജിന്നും മുസ്ലിം ജിന്നും ഒക്കെ കണക്കാണ്. പിന്നെ മുപ്പരും മുണ്ടിയിട്ടില്ല. ആ സംഭവത്തെ പറ്റി ഇപ്പൊന്നും പറയലുമില്ല. ഇപ്പൊ മെല്ലെ പഠിച്ചു വന്ന് ദുബൈയിലെത്തിയപ്പോ ജിന്ന് വരുന്നു, കേൾക്കുന്നു, സംഗതി വസീലത്ത് ശിർക്കാകും എന്നൊക്കെ മുപ്പര് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണ് വേണ്ടത്. സംഗതി എന്താന്ന് വെച്ചാൽ ബോധ്യപ്പെട്ട പിന്നെ അതിനനുസരിച്ച് നീങ്ങണം. അങ്ങനെ തന്നെയാ വേണ്ടത്. പക്ഷേ നടപടിക്രമങ്ങൾ പിൻവലിക്കാൻ തയ്യാറാവുക കൂടെ വേണം. ഇരിക്കട്ടെ. ഏതാണെങ്കിലും അടുത്തത് എന്താ അറിയോ? തുടങ്ങാനുള്ള കാരണം ഹാർമോണിയത്തിന്റെ ഹദീസ് കിട്ടിയിട്ടില്ല. സംഗതി ഹാർമോണിയത്തിന്റെ ഹദീസിനെ സംബന്ധിച്ച ചോദ്യം നടന്നപ്പോ നല്ല ചെണ്ടയാണ് മാറി. ചോദ്യം ഉത്തരം പറയേണ്ടവരൊക്കെ ഹാർമോണിയം ഞങ്ങൾക്ക് കിട്ടിയില്ല, പക്ഷെ ചെണ്ട ഞങ്ങൾക്ക് കിട്ടി.
ചെണ്ട ഇത് കൊട്ടാൻ പറ്റുമോ ഇല്ലേ എന്ന് ആലോചിച്ചപ്പോൾ ഇത് കൊട്ടാൻ പറ്റിയ ചെണ്ടയാണ്. ഹഖീഖത്തിലുള്ള ചെണ്ട അല്ലാത്തതുകൊണ്ട് കൊട്ടാൻ ഞങ്ങൾ തീരുമാനിച്ചു. അമർത്തിയാണ് കൊട്ടിയപ്പോ സംഗതി മുങ്ങിയിട്ടില്ലെങ്കിൽ ഹാർമോണിയം ഉണ്ടാവില്ല. ഞാൻ അടുത്തത് വീണ ചിലപ്പോൾ എടുക്കും. വീണ ഹദീസിലുണ്ട് എന്ന് ഉസ്താദ് എഴുതിയിട്ടില്ല എന്ന് എന്താ ഉറപ്പ് അല്ലേ? അപ്പൊ വീണിയും കൊടുക്കണ്ടേരും എന്നുള്ള നിലക്കാ മുങ്ങിയത്. ഹാർമോണിയത്തിന്റെ ചോദ്യങ്ങൾ കേട്ടോളി. ഹാർമോണിയത്തിന്റെ ഹദീസ് ഹാർമോണിയം എന്ന വാചകം സഹീഹുൽ ബുഖാരി നിങ്ങൾ കാണിക്കണം. തട്ടിപ്പ് വിടൂല. നിങ്ങൾ എന്താ വിചാരിച്ചത്? ആ വാചകം കാണിച്ചിട്ടേ ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ പിന്നീട് പറയാം. അത് കാണിച്ചു കൊടുക്കാതെ കാണിച്ചു കൊടുക്കുന്നതിനെ പറ്റി കൂലങ്കശമായി ആലോചിച്ചിട്ട് കിതാബ് നിക്കാഹിലുണ്ട്, പിന്നെയോ കിതാബ് സിഫാഫിലുണ്ട്, ഏതോ 2 കിതാബിന്റെ എന്തുണ്ടായിട്ട് നിങ്ങൾ വായിക്കാത്ത എന്തുണ്ടായിട്ട്? അപ്പൊ കിതാബ് കൊണ്ട് എനിക്ക് അതൊന്നും കാണിക്കാനുള്ള സമയം ഇവിടെ അല്ല. കിതാബ് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അപ്പൊ കിതാബ് കൊണ്ടുവന്നെടുത്ത് അപ്പൊ ഞാൻ വിചാരിച്ച് അല്ലാഹു അക്ബർ, മൊത്തം ഇവിടെ അബ്ദുൽ മലിക് സൽഫി പൊളിയാൻ പോവുക. കാരണം എന്താ? കരിമ്പിലാക്കലിനാണ് ഫത്തുഹുൽ ബാരി എടുത്തോണ്ട് കൊടുക്കണത്. ഇപ്പൊ വായിക്കുന്നല്ലേ മുപ്പരായിന്ന് വായിച്ചു. ഒരു നമ്പർ 2810 ആർക്കും വായിക്കല. ഇനി ഇറാബ് ഹർക്കത്തൊന്നും ഇടണ്ട. അത് തിരിച്ചെടുത്തപ്പോ പറയാം, വായിക്കുന്നറിഞ്ഞപ്പോ പറയാം സമയം വേണ്ടേ, പിന്നെ എന്തിനാ ഞങ്ങൾ പോകുന്നത്? ഇത് വായിച്ച് തെളിയിക്കാൻ തന്നെയല്ലേ അടുത്ത വെള്ളിയാഴ്ച തരാന്ന് പറഞ്ഞല്ലേ നിങ്ങള്? അടുത്ത വെള്ളിയാഴ്ച എന്നല്ല, അടുത്ത ആഴ്ച തരാന്ന് പറഞ്ഞല്ലേ? എന്നിട്ട് എന്തേ കിട്ടാഞ്ഞത്, എന്തേ തരാഞ്ഞത്? അപ്പോ ഹാർമോണിയത്തിന്റെ കഥ അതാണ്. മനസ്സിലായില്ലേ? ഇനി കണ്ണേറ് കുഴിപ്പറസുല്ലമയോടെ നിഷേധിച്ചു. നിങ്ങൾ കേട്ടോളൂ. അദൃശ്യമായ നിലയിൽ ഖൈറും ഷർറും ചെയ്യാൻ അല്ലാഹുവിനെ കഴിയൂ. ഒരു കണ്ണേറിനോ നാക്കേറിനോ മൂക്കേറിനോ കഴിയൂല. വൈൻ യംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹുവ. അല്ലാഹു നിന്നെ ഒരു ദുരിതം ആസ്വദിപ്പിച്ചാൽ അത് നീക്കം ചെയ്യാൻ അവനല്ലാതെ കഴിയൂല. ഒരു കണ്ണിനും കഴിയൂല, ഒരു മൂക്കിനും കഴിയൂല. മറിച്ച് ഒരു ദുരിതമാണ്, ഒരു ഖൈറാണ് അല്ലാഹു നിന്നെ ആസ്വദിപ്പിച്ചതെങ്കിൽ അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ തടുക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. കണ്ണേറ് ഇപ്പൊ മുജാഹിദീങ്ങൾ സമ്മതിച്ചില്ലേ എന്ന് ചോദിക്കലുണ്ട് ചില ആൾക്കാർ. ഓർക്കും കൂടിയുള്ള മറുപടിയെ ഞാൻ വായിക്കണേ. ഇപ്പൊ കണ്ടില്ലേ, കണ്ണൂർ സമ്മതിച്ചില്ലേ, സിഹിർ സമ്മതിച്ചില്ലേ? ഈ പറയണ മുസ്ലിയാരിറ്റി മൂപ്പര് പായിൽ കിടന്ന് മൂത്രയിക്കണ കാലത്ത് അമ്മാനി മൗലവി കെ മൗലവി എഴുതി വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? ബഹുമാനനായ അബ്ദുൽ മലിക് സലഫി എടുത്ത് ശരിക്കണ് വായിച്ചു, കൃത്യമായി തെളിവ് കൊടുത്തു. നിങ്ങൾ കേട്ടോളൂ. കണ്ണേർ എന്ന് പറഞ്ഞ അന്ധവിശ്വാസം നിങ്ങൾക്ക് ഹദീസ് പറ്റൂല. ഇത് അമാനിന്റെ തഫ്സീറാണ്. എന്തായാലും ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ എന്നിവർക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം ശരണം തേടുന്നതായി ഇബ്നു അബ്ബാസ് പ്രസ്താവിക്കുന്നു. ഉഈദുകുമാ ബികലിമാത്തില്ലാഹി താമ്മത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. എന്താ സുല്ലമിന്റെ അർത്ഥം? വമിൻ കുല്ലി ഐനിൻ ലാമ്മ, വമിൻ കുല്ലി ഐനിൻ ലാമ്മ. ഇത് മാത്രമല്ല, കണ്ണേറിനെ പറ്റി അമാനി പോലും വീണ്ടും പറയുന്നു. കണ്ണേറിനെ പറ്റി അല്പം സംഗതികൾ ഇവിടെ പറയാം. കണ്ടതും കേട്ടതും ഒക്കെ കണ്ണേറിന്റെ ഫലമാണെന്ന് കരുതി ധരിക്കുകയും അതിനുവേണ്ടി മന്ത്രവാദം നടത്തിക്കുകയും ചെയ്ത ചിലരുണ്ട്. അപ്രകാരം തന്നെ കണ്ണേറിനെ തന്നെ നിഷേധിക്കുകയും അങ്ങനെയൊന്നുണ്ടെന്ന് പറയേറെ വിഡ്ഢികളായി ഗണിക്കുകയും ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ ആരാണ് കണ്ടില്ല? നിങ്ങൾ കണ്ടില്ലേ? അതാ പറഞ്ഞത്. അപ്പൊ കണ്ണേറുണ്ടെന്ന് പറയുന്നവരെ വിഡ്ഢികളായി ഗണിക്കുന്നവരുണ്ട്. ആരാണ് സുല്ലമി? നിങ്ങൾ പറയണം. ഈ അമാനി പോലി പറഞ്ഞ വിഡ്ഢികൾ ആരാണ് വിഡ്ഢികൾ? ഇനി മാത്രമല്ല, അങ്ങനെ അപ്പോ എവിടെ ഹദീസ് നിഷേധം? ഇവിടെ ശരിക്കും അൽഹംദുലില്ലാ നമ്മുടെ സംവാദം വിജയിച്ചു. അൽഹംദുലില്ലാ. ഇവിടെ നിങ്ങൾ മുൻഗാമികൾ, അല്ലെങ്കിൽ നിങ്ങൾ പറയണം ഈ കണ്ണേറിന്റെ ഹദീസ് തള്ളിയ ഒരൊറ്റ സലഫി പണ്ഡിതൻ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയോ? ഇനി കേട്ടോളൂ. ബുദ്ധി കൊണ്ടും അറിവ് കൊണ്ടും വളരെയൊന്നും അനുഗ്രഹിക്കപ്പെട്ടില്ലാത്ത ചില ആളുകൾ കണ്ണേർ നിഷേധിക്കാറുണ്ട്. അല്ലാഹു അക്ബർ. അത് യാഥാർത്ഥ്യമല്ല, വെറും ഊഹാപോഹമാണെന്നാണ് അവർ പറയുന്നത്. ബുദ്ധിയും അനുഭവജ്ഞാനവും മതപരമായ അറിവും കുറഞ്ഞ മൂഢന്മാരും മൂഢധാരണകളുടെ കട്ടിയേറിയ മറക്കകത്ത് കഴിയുന്നവരും അതേസമയം തൊലിക്കട്ടി കൂടിയവരുമാണവർ. മനസ്സിനെയോ ആത്മാവിനെയോ സംബന്ധിച്ചോ അവരുടെ ഗുണങ്ങളെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞിട്ട് അമാനി മൗലവി വിശദീകരിക്കുന്ന അവസാനം പറയാൻ, ഒരു സമുദായത്തിലും ബുദ്ധിമാന്മാർ കണ്ണേർ നിഷേധിക്കുകയോ തള്ളുകയോ ചെയ്യുന്നവരല്ല. അപ്പൊ ആരാണിവിടെ വിഡ്ഢികൾ? ഇനി നിങ്ങൾ പറയണം, അമാനി മൗലവി അന്ധവിശ്വാസിയാണോ? അലവി മൗലവി അന്ധവിശ്വാസിയാണോ?
അതുപോലെ തന്നെ മൂസ മൗലവി അന്ധവിശ്വാസിയാണോ, കെ എം മൗലവി അന്ധവിശ്വാസിയാണോ? എവിടെ അമാനെ മൗലവി കണ്ണേർ നിഷേധിച്ചത്? എവിടെ അമാനെ മൗലവി സിഹർ നിഷേധിച്ചത്? എവിടെ അമാനെ മൗലവി സിഹറിന്റെ അതിൽ നിന്ന് തള്ളിയത്? എവിടെ? ചോദ്യം അങ്ങോട്ട് ചെന്നു. ഇവിടെ കണ്ണേറിലും സിഹറിലും ഒക്കെ നമ്മൾ എതിർക്കുന്നത് എന്താണ്? കണ്ണേർ ഉണ്ട്, അത് ഹക്കാണ്. അത് അത്തരം ഒരു പ്രവണത ഒരിക്കലും ഒരു മുസ്ലിമിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൂടാ. അത് ബാധിക്കാതിരിക്കാനുള്ള പ്രത്യേക ദുആ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഇല്ലാത്ത പൂച്ചനെ ഇല്ലാത്ത റൂമിൽ ഇല്ലാത്ത ഇരുട്ടത്ത് തപ്പാന് മുത്ത് റസൂലുള്ളാഹി പറയില്ല. ഇല്ലാത്ത പ്രശ്നത്തിന്റെ ദുആ പഠിപ്പിക്കൂല. ചില ആളുകൾ എന്തെന്നറിയോ, കരിങ്കണ്ണ നോക്കുക എന്ന് എഴുതി വെക്കും. അത് ശരിയല്ല. ഉറുക്കും നറുക്കും ഏലസും കെട്ടും, അത് ശരിയല്ല. പഴയ ടീഷർട്ടിന്റെ ഉള്ളിൽ വൈക്കോല് തിരികിട്ട് ഒരു വടി കെട്ടിയിട്ട് അയിമേ എന്താ കരിങ്കണ്ണ നോക്ക് എഴുതിയിട്ട് അവിടെ കെട്ടിടത്തിന്റെ മുമ്പിൽ വെക്കും. അത് ശരിയല്ല. അത്തരം കാര്യങ്ങളെ നിരാകരിക്കുന്നു. റസൂലുള്ളാഹി പഠിപ്പിച്ച വഴി റൂട്ട് ഇതിൽ പഠിപ്പിക്കുന്നു. സിഹറിൽ വിശ്വസിക്കുന്നതിലൂടെ നിങ്ങൾ ജൂദായിസത്തിലേക്ക് എത്തി എന്ന് പറഞ്ഞ ജിബിത്തിന്റെയും താഗൂത്തിന്റെയും ഒക്കെ കഥ പറഞ്ഞ് ഉദ്ധരിച്ച അലി മൗലവിക്ക് കൃത്യമായി സിഹറിന്റെ വിഷയത്തിൽ അമാനി മൗലവിയെ ഉദ്ധരിച്ചുകൊണ്ട് അബ്ദുൽ മലിക് സലഫി കൊടുത്ത മറുപടി നിങ്ങൾ കേട്ടോളൂ. ഈ മറുപടികൾക്കുള്ള തിരിച്ചുള്ള മറുപടികൾ ഇല്ലാത്തത് കൊണ്ട് മുടക്കൽ തന്നെയാണ് നിങ്ങളെ ഐഡിയ. ആ ഐഡിയ തന്നെയാണ് നിങ്ങൾ പ്രയോഗിച്ചത്. അല്ലാതെ അബ്ദുൽ മലിക് സലഫി കളവ് പറഞ്ഞിട്ടല്ല. രക്ഷപ്പെടാനുള്ള പഴുതു നോക്കുമ്പോൾ ആ കച്ചിത്തുരുമ്പ് കിട്ടിയത്, കച്ചിത്തുരുമ്പ് പിടിച്ചപ്പോൾ ആകെ മുങ്ങിയത്, അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കാണുക. നിങ്ങൾക്ക് കെ മൗലവി മിണ്ടാൻ അർഹതയില്ല, വക്ക മൗലവി മിണ്ടാൻ അർഹതയില്ല, അമാനി മൗലവി തൊടാൻ കഴിയില്ല. നിങ്ങൾക്ക് അമാനി മൗലവി സിഹിറിനെ അംഗീകരിച്ച ആളാണ്. ഇൻഷാ അല്ലാഹ് തഫ്സീറൊക്കെ വായിക്കും. മാത്രമല്ല സിഹിറിന് യാഥാർത്ഥ്യമില്ല, ഗുണമായോ ദോഷമായോ ഉള്ള ഏതെങ്കിലും ഫലം ഉണ്ടാകുന്ന തരത്തിൽ ഒരു സിഹിറുമില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം പറയാണ്, മുഅ്തസില വിഭാഗക്കാരിൽ നിന്നാണ് ഇതിന്റെ ഉത്ഭവം. കേട്ടോ, മുഅ്തസില വിഭാഗക്കാരിൽ നിന്നാണ് ഇതിന്റെ ഉത്ഭവം. അപ്പൊ മുഅ്തസില വിഭാഗമാണ് എന്ന് പഠിപ്പിക്കുകയും ചെയ്തു. ഒന്നുകൂടി സിഹറുമായി ബന്ധപ്പെട്ട കാര്യം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾ കേട്ടോളൂ. നിങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ സിഹിർ ഫലിക്കുമെന്ന് പറഞ്ഞാൽ അത് ജൂതന്മാരുടെ വിശ്വാസമാണെന്ന്. നഊദു ബില്ലാഹ് സുമ്മ നഊദു ബില്ലാഹ്. ആരെയാണ് സഹോദരങ്ങൾ നിങ്ങൾ ജൂതനാക്കിയത്? ആയിഷ റളിയല്ലാഹു അൻഹ, അതുപോലെ തന്നെ സയ്യിദ് ഇബ്നു അർഖമിനെ, അതുപോലെ തന്നെ താബിഈങ്ങളെ, അതുപോലെ തന്നെ മുസ്ലിം ലോകത്തിന്റെ അഹ്ലുസ് സുന്നയുടെ മുഴുവൻ പണ്ഡിതന്മാരെയുമാണ് നിങ്ങൾ ജൂതന്മാരാക്കിയതെങ്കിൽ ഇല്ല ഇല്ല സഹോദരങ്ങൾ, ഇതൊരിക്കലും മുസ്ലിമുകൾക്ക് പൊറുക്കാൻ കഴിയില്ല. അപ്പൊ അമാനി മൗലവില്ല, അഹ്ലുസ് സുന്നയുടെ ഉലമാക്കളില്ല, ആരുള്ളങ്ങളെ കൂടെ സിഹർ നിഷേധികളുടെ കൂടെ ആയത്ത് നടുക്ക മുറിച്ചിട്ട് എന്ന് നിർത്തണേ. ചില ആളുകൾ വാലില്ലാത്ത KNM-ലുണ്ട്. KM മൗലവി ഉണ്ടാക്കിയ KNM-ലല്ല, വാലുള്ള KNM-ലും വാലില്ലാത്ത KNM-ലും ചില ആളുകളുണ്ട് സിഹർ നിഷേധികൾ. അവർക്ക് ഉമർ മൗലവിന്റെ സപ്പോർട്ടുണ്ടോ? ഉമർ മൗലവിന്റെ സപ്പോർട്ടുണ്ടോ? ഉമർ മൗലവിയുടെ വിഷയം ഉദ്ധരിക്കുന്നത് നിങ്ങൾ കേട്ടോളൂ. ഉമർ മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറാണ്. ആ തഫ്സീറിൽ നിങ്ങൾ ഇപ്പോൾ ചേകനൂരികളെ പോലെ ഓതിക്കൊണ്ടിരിക്കുന്ന വഖാല ളാലിമുൻ ഇൻ തത്തബിഉന ഇല്ലാ റജുലൻ മസ്റൂറ എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് സൂറത്തുൽ ഫുർഖാനിൽ പറഞ്ഞ ആയത്ത് വിശദീകരിച്ച് എന്താ ഉമർ മൗലവി പറഞ്ഞു? നിങ്ങൾക്ക് ഒരു ഉമർ മൗലവിയില്ല, ആരും നിങ്ങളെ കൂടല്ല, നിങ്ങളൊരു സലാം സലമിയും കുറച്ച് ആളുകൾ മാത്രമുണ്ട്. ആ മാത്രമല്ല നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ എല്ലാവരും ഇല്ല. റഊഫ് നദീബ് ഉണ്ടോ? റഊഫ് നദീബ് സിഹറിനെ ഹഖീഖത്ത് നിഷേധിക്കുന്നുണ്ടോ? ഇല്ല. കണ്ണേർ നിഷേധിക്കോ? മാത്രവുമല്ല യമൻ നദീബി, അതുപോലെ തന്നെ ചെറിയ മുണ്ടം. അപ്പൊ നിങ്ങളുടെ എത്ര ഗ്രൂപ്പ്, നിങ്ങളുടെ ജമിയത്തുലമ കൂടിയാൽ ഇപ്പൊ എത്ര സിഹറിനെ സംബന്ധിച്ച് ഇനി കേട്ടോ, ആരോ മാരണം ചെയ്തിട്ട് ചിത്രഭവം സംഭവിച്ച ഒരാളാണ് ഇവർ. അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് നടക്കുന്നത്. അതല്ലാതെ യാതൊരു കുഴപ്പമുണ്ടാക്കാൻ കാരണമില്ല എന്നവർ പറഞ്ഞു. അവരുടെ ഈ പറച്ചിൽ വലിയ അക്രമമാണ്. ഇവിടെ ഒരു കാര്യം ഉണർത്താനുണ്ട്. ബുഖാരിയിൽ ഒരു കള്ള ഹദീസ് ഉണ്ടെന്ന് ആരോപിക്കുന്ന ഒരു കൂട്ടർ പറയുന്നു, ഒരു യഹൂദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിഹ്റു ചെയ്തെന്ന് ബുഖാരിയിൽ ഹദീസ് ഉണ്ട്. അത് ഈ ആയത്തിനെതിരാണ് എന്ന്. ശരിക്കും കേട്ടോളി. സിഹ്ർ ബാധിച്ച ആളെ വിശ്വാസികൾ പിൻപറ്റിയെന്ന് കാഫിറുകൾ പറഞ്ഞു എന്നുള്ളതാണ് വിഷയം. അതുകൊണ്ട് ഇവിടെ ഒരു കുഴപ്പവുമില്ല. സിഹിർ ബാധിച്ച ആളെ പിൻപറ്റിയെന്നത് താന്തോന്നികൾ പറഞ്ഞത്. ഇനി ഹദീസിലുള്ളത് എന്താണെന്ന് ശരിക്കും പരിശോധിച്ചാൽ ഒരാൾ സിഹിർ ചെയ്തു, വൈകാതെ തന്നെ അള്ളാഹു രക്ഷിച്ചു എന്നാണ് ചുരുക്കം. അത് നിഷേധിക്കേണ്ട കാര്യമെന്ത്? ഉമർ മൗലവി നിങ്ങളോട് ചോദിക്കുന്നു. മാധുരി പറഞ്ഞില്ലേ ചോദിച്ചില്ലേ? മാത്രമല്ല അത് നിഷേധിക്കേണ്ട കാര്യമെന്ന് ഉമർ മൗലവി ചോദിക്കുന്നു. അതുകൊണ്ട് സഹീഹുൽ ബുഖാരിയിൽ കള്ള ഹദീസ് കുടുങ്ങിപ്പോയിട്ടുണ്ടെന്ന് വാദിക്കുന്നവർ വല്ലാതെ പുളകം കൊള്ളേണ്ടതില്ല.
മനസ്സിലായില്ലേ? നിങ്ങൾക്ക് എന്ത് തൗഹീദാണുള്ളത്? നിങ്ങൾക്ക് എന്ത് ഉമർ മൗലവിയെ പറ്റി മിണ്ടാൻ പറ്റും? നിങ്ങൾക്ക് അമാനി മൗലവിയെ തൊടാൻ കഴിഞ്ഞു? നിങ്ങൾക്ക് മൂസ മൗലവി മിണ്ടിയോ? നിങ്ങൾ ഉമർ മൗലവിയും തോട്ടിലെറിയേണ്ടി വരും. മാത്രവുമല്ല, നിങ്ങൾ പറയണം, ഉമർ മൗലവി അന്ധവിശ്വാസിയാണോ? ഉമർ മൗലവി ജൂതനാണോ? ആണോ? നിങ്ങൾ എന്താ ഇവിടെ പറഞ്ഞത്? സിഹർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ജൂതന്മാരുടെ വിശ്വാസമാണെന്നല്ലേ നിങ്ങൾ ഇവിടെ പറയേ? അമാനി മൗലവി ജൂതനാണോ? ഉമർ മൗലവി ജൂതനാണോ? അതുപോലെ തന്നെ മൂസ മൗലവി അബ്ദുസ്സലാം സുല്ലമിയുടെ പിതാവ് റഹിമഹുല്ലാ, അദ്ദേഹം ജൂതനാണോ? എന്താണ് നിങ്ങൾ മിണ്ടാത്തത്? എന്താ മിണ്ടാത്തത്? അതുകൊണ്ട് നിങ്ങൾ മിണ്ടണം. ആ കുഴിപ്പുറം സുല്ലമി നിങ്ങളും മിണ്ടണം. കുഴിപ്പുറം സുല്ലമിനോട് പ്രത്യേകം ചോദിച്ചപ്പോ ഒന്നും കൂടി ഒരു വയറ്റിക്കടി. എന്താ അയാൾ ഇനി കാര്യം എന്താ ഉണ്ടാകുക എന്ന് എല്ലാവർക്കും അറിയാലോ. ഏതാണെങ്കിലും സുഹൃത്തുക്കളെ, ഇവിടെ അസലാണ് പഴച്ചത്. എന്താ? അഭൗതികമായ കഴിവ് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ എന്ന അസലിന്ന് അബ്ദുസ്സലാം സുല്ലമിക്ക് വ്യതിയാനം വന്നു. അഭൗതിക കഴിവുക്ക് ജിന്നിനെയും മലക്കിനെയും കൊണ്ടുവന്നു. അപ്പോ സിഹറിൽ വർക്ക് ചെയ്യുന്ന ജിന്നിന്റെ അടുത്ത് നിന്നുള്ള സഹായം ഉണ്ട് എന്ന് പ്രതീക്ഷിച്ചാൽ അത് അഭൗതിക സഹായമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു പോയി. ആ അസ്ല് പഴച്ചപ്പോ, ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ അസ്ല് പഴച്ചപ്പോ മുഹമ്മദ് റസൂലുള്ളാഹിയിലും പിഴവുകൾ ഉണ്ടായി. എന്നിട്ടോ ഈ കളവും ചതിയും തട്ടിപ്പും വെട്ടിപ്പും വഞ്ചനയൊക്കെ നടത്തുന്ന ആളുകൾ നമുക്കെതിരെ ഉന്നയിക്കുന്ന ഹദീസ് നോക്കൂ. നിങ്ങൾ കണ്ണാടിയിൽ നോക്കി അവർ ഒരാവർത്തി സ്വയം ചോദിക്കേണ്ട ഹദീസ് കൂടി നിങ്ങൾ കേൾക്കും. ഇവരെ കുറിച്ചാണ് പ്രവാചകൻ ഇപ്രകാരം പറഞ്ഞത്: മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വ മഖഅദഹു മിനന്നാർ. എന്റെ പേരിൽ കരുതിക്കൂട്ടി കളവ് പറയുന്നവൻ നരകത്തിൽ അവന്റെ ഇരിപ്പിടം തയ്യാറാക്കി കൊള്ളട്ടെ. മുത്തവാത്തിറായിട്ടാണ് ഈ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടത്. സുഹൃത്തുക്കളെ, ഈ ഹദീസ് ഉണ്ട് എന്നുള്ളതാണ് നിങ്ങളോട് സംവാദത്തിൽ ഏർപ്പെടാനുള്ള കാരണം. ഹാർമോണിയം ഉണ്ട് അല്ലേ? ഇതേപോലുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇസ്ലാമിക വിരുദ്ധമായ ആശയങ്ങൾ, ഇല്ലാത്തത് ഖുർആനിന്റെ പേരിൽ പറയുന്ന, ഹദീസിന്റെ പേരിൽ പറയുന്ന, ഉള്ളതിനെ നിരാകരിക്കുന്ന ഈ സംഗതി, ഈ വാശിയും വക്കാണവും തക്ബീർ ധ്വനികളും സംവാദത്തിന്റെ തുടക്കത്തിലുണ്ടായത് ഒടുക്കം വരെ പോലും നീണ്ടു നിൽക്കാത്ത തക്ബീർ ധ്വനികൾ അത് ഖബറിൽ ഒറ്റക്കാകുമ്പോൾ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് ഇതിന്റെ കാരണം. നേതാക്കന്മാർക്ക് സംവാദം മുടക്കാം, കലക്കാം, എന്നിട്ട് സ്വകാര്യമായി ഇറങ്ങിപ്പോകാം, അല്ലേ? ഒക്കെ ആകാം. പക്ഷേ നമ്മളെ ഖബറിൽ നമ്മൾ ഒറ്റക്കായിരിക്കും, ആരും കൂട്ടിനുണ്ടാകില്ല. അതുകൊണ്ട് ഒരു 5-8 ചോദ്യങ്ങൾ ഞങ്ങളുടെ കഴിഞ്ഞ സംവാദത്തിൽ ചോദിച്ചിരുന്നു. കേരളത്തിലെ മുസ്ലിങ്ങളുടെ മനസ്സാക്ഷിക്ക് മുന്നിൽ ആ 5-8 ചോദ്യങ്ങൾ ഒരു 5 മിനിറ്റ് കൊണ്ട് തുടർച്ചയായി നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം വരട്ടെ. എന്നാണ് ഈ വിഷയത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഒന്നാമതായി ചോദിക്കുന്നു. നമുക്കറിയാമല്ലോ, അള്ളാഹുവിന്റെ ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ടതാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഖുർആനിലുള്ള ഏതെങ്കിലും ഒരു കാര്യത്തെയോ അള്ളാഹുവിന്റെ പ്രവാചകനുള്ള ഏതെങ്കിലും ഒരു കാര്യത്തെയോ നിഷേധിച്ചാൽ അതിന്റെ ഗൗരവം വളരെ ഗുരുതരമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ചോദ്യം വിഷയവുമായി ബന്ധപ്പെട്ടതല്ല എന്ന് പറയാതിരിക്കാനാണ് ഞാൻ ആദ്യമായി കൊണ്ട് ഈ ജംഇയ്യത്തിന്റെ തീരുമാനം വായിച്ചത്. ഖുർആനും സുന്നത്തും മനസ്സിലാക്കുന്നതിൽ സലഫിന്റെ മാർഗം സ്വീകരിക്കേണ്ടതുണ്ട്. അത് നിങ്ങളും സ്വീകരിച്ച് ഒപ്പുവെച്ചതാണ്. ആ തീരുമാനം നിങ്ങളുടെ നേതാക്കന്മാർ ഒപ്പുവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ ഒന്നാമത്തെ ചോദ്യം, എന്റെ ചോദ്യം ശരിക്കും സഹോദരന്മാർ ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞ ഒരു കാര്യത്തെയും ഞങ്ങൾ നിഷേധിച്ചിട്ടില്ല. ചോദ്യം ശരിക്കും ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തെയും ഞങ്ങൾ നിഷേധിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ ധൈര്യമുണ്ടോ? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ഒരു കാര്യത്തെ നിഷേധിച്ചിട്ടില്ല എന്ന് പറയാൻ ധൈര്യമുണ്ടോ? മറുപടി ഉണ്ടായിട്ടില്ല. അതിന് മറുപടി ഉണ്ടായിട്ടില്ല. ഇല്ല എന്ന് പറഞ്ഞപ്പോ അതിന്റെ തെളിവ് നമ്മൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അടുത്ത ചോദ്യം തെളിവ് തരും. രണ്ടാമത്തെ ഞങ്ങളുടെ ചോദ്യം, ഇതൊക്കെ ആളുകൾക്ക് വേണ്ടിയിട്ട സംവാദം. ഞങ്ങളുടെ രണ്ടാമത്തെ ചോദ്യം, അല്ലാഹുവിന്റെ സിഫാത്തിൽ ഏതെങ്കിലും ഒന്നിനെ ഞങ്ങൾ നിഷേധിച്ചിട്ടില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അതും മൻഹജിൽ നിന്ന്. രണ്ടാമത്തെ ചോദ്യത, സിഫാത്തിൽ ഏതെങ്കിലും ഒന്നിനെ നിഷേധിച്ചിട്ടില്ല എന്ന് പറയാൻ ധൈര്യമുണ്ടോ? ധൈര്യം ഉണ്ട് എന്ന് പറഞ്ഞപ്പോ എന്ത് ചെയ്തു? നിഷേധിച്ചതിന്റെ തെളിവ് കൊടുത്തു. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞ അതേ വാദം ബഹുമാനായ അബ്ദുസ്സലാം സുല്ലമി പറഞ്ഞതിന്റെ രേഖ ഹാജരാക്കി. മൂന്നാമത്തെ ചോദ്യം,
നിഷേധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ മൂന്നാമത്തെ ചോദ്യം, രണ്ടാമത്തെ ചോദ്യം ഞങ്ങൾ തെളിവ് തന്നു. മൂന്നാമത്തെ ചോദ്യം ഇതാണ്, ശരിക്കും പഠിച്ചോ. രണ്ട് ചോദ്യം എന്റെ സാധാരണക്കാർ ശ്രദ്ധിക്കണം. ഈ രണ്ട് വിഷയത്തെ അവർ ഗണ്ണിക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ ചോദ്യം, അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹ് പറഞ്ഞിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു കാര്യം ഞങ്ങൾ അള്ളാഹുവിന്റെ ഖുർആനിന്റെ പേരിൽ കെട്ടി പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ചോദ്യം മനഹജിൽ തന്നെയാണുള്ളത്. അള്ളാന്റെ ഖുർആനിൽ പറയാത്ത ഏതെങ്കിലും കാര്യം പറഞ്ഞിട്ടില്ല എന്ന് കെട്ടി പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ധൈര്യമുണ്ട് എന്ന് പറഞ്ഞ് സംഗതി പറഞ്ഞപ്പോ അതിന്റെ തെളിവ് കൊടുത്തപ്പോ അതിന്ന് അടുത്ത ചോദ്യം ഉണ്ടായി. നിങ്ങൾ കേട്ടുള്ളൂ ആ ചോദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്റെ അടുത്ത ചോദ്യം ശരിക്കും ശ്രദ്ധിക്കണം. ഓരോ ചോദ്യവും ഖുർആനും ഹദീസും മനസ്സിലാക്കുന്നതിൽ മനഹജിന്റെ വിഷയമുണ്ട് എന്നാണല്ലോ നമ്മുടെ ഈ വിഷയത്തിന് ഒന്നാമത്തെ തീരുമാനം. ആ വിഷയത്തിൽ നിന്നുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, വിശ്വാസ കാര്യങ്ങൾക്ക് ഖബറുൽ ആഹാദ് സ്വീകരിക്കാൻ പാടില്ല എന്ന മുഅ്തസിലിയത്തിന്റെയും അശ്ശരിയത്തിന്റെയും പിഴച്ചവാദത്തിൽ നിങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? അത് ചോദ്യം തട്ടാൻ നിൽക്കണ്ട. ഖുർആനും സുന്നത്തും മനസ്സിലാക്കുന്നതിൽ മനഹജ് വേണമെന്നാണ് നിങ്ങൾ എഴുതി ഒപ്പിട്ടിരിക്കുന്നത്, നിങ്ങളുടെ നേതാക്കന്മാർ എഴുതി ഒപ്പിട്ടിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ ചോദ്യം പ്രസക്തമാണ്. ഖബറുൽ ആഹാദ് അഖീദക്ക് പറ്റില്ല എന്ന മുഅ്തസിലിയത്തിന്റെയും ഖവാരിജിന്റെയും മുഅ്തസിലത്തിന്റെയും അശ്ശരിയത്തിന്റെയും വാദം നിങ്ങൾക്കുണ്ട്. ആ വാദത്തിൽ ഇപ്പോഴും നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഉമ്മാനെ മുമ്പ് തല്ലിയമാരി ഇപ്പോഴും തല്ലലുണ്ടോ? നല്ല ചോദ്യം ചെന്നപ്പോ ഉത്തരത്തിന്റെ മുന്നിൽ ഒരുണ്ടു. എന്താ വിഷയം? ഖബർ ആഹാദ് അംഗീകരിക്കുന്നില്ലെങ്കിൽ, ഖബർ വാഹിദ് സ്വീകരിക്കുന്നില്ലെങ്കിൽ മുൻകറും നക്കീറും ഖബർക്ക് വരൂല, സിറാത്ത് പാൽ ഉണ്ടാകൂല. അതാ പറഞ്ഞേ അഷ്ഹദു എന്ന് പറഞ്ഞു കൊടുത്ത് നിങ്ങൾക്ക് പയച്ചിട്ടുണ്ട്. സമസ്തക്കാരോട് ദഅവത്ത് നടക്കുമ്പോ സ്വയം പഴച്ച് നരകത്തിലേക്ക് പോകുന്നുണ്ട്. ആ വേദന മാത്രമാണ് നിങ്ങളെ തിരുത്തുന്നതിന്റെ പിന്നിലെ വികാരം. ആ വേദന മാത്രമാണ്. അതുകൊണ്ട് എല്ലാവരും ആലോചിച്ചോളി, ഉണ്ടോ എന്ന് വെറുതെ ചിന്തിച്ചോളി. അടുത്ത ചോദ്യം. ഇനി എന്റെ അടുത്ത ചോദ്യം കേട്ടോ. സിഹിറുമായി ബന്ധപ്പെട്ട് സിഹിർ ബാധിക്കുമെന്നും ജിന്ന് മനുഷ്യൻ പ്രവേശിക്കുമെന്നും അതാണ് സലഫി വീക്ഷണമെന്നും അതിനെ നിഷേധിക്കുന്നത് അഖ്ലാനിയത്താണെന്നും നിങ്ങൾ വിദേശ പണ്ഡിതന്മാർക്ക് നൽകിയ കത്തിലെ നിലപാടിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? അവിടുത്തെ ചില്ലാനം കിട്ടണം. അപ്പോ എന്താ, ഞങ്ങൾ ഇതൊക്കെ അംഗീകരിക്കുന്നുണ്ടെന്ന് എഴുതി കൊടുക്കും. അത് ഇപ്പോഴും നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് മുമ്പ് പിരാന്തുണ്ടായിരുന്ന മാതിരി ഇപ്പോഴും പിരാന്തുണ്ടോ? എങ്ങനെ ചോദിച്ചാലും ചോദ്യം വളരെ ക്ലിയർ ചോദ്യമാണ്. അടുത്തത്. ഇനി എന്റെ അടുത്ത ചോദ്യം കേട്ടോ. ഇതിന്റെ ബാക്കി മുറി വായിച്ചു. അതാണ് എന്റെ അടുത്ത ചോദ്യം. എന്താ? യാതൊരു സംഗീതോപകരണം ഇസ്ലാം വിരോധിച്ചതായി സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ചോദ്യം കേട്ടോ. സഹാബിമാരുടെ വീട്ടിൽ അതിഥികൾ വന്നാൽ ഹാർമോണിയം കൊണ്ട് പാട്ട് പാടാറുണ്ട് ബുഖാരി. ആ ബുഖാരി ഇങ്ങെടുക്കൂ. ഇവിടെ ബുഖാരി കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. മോദി സലീം ഒന്ന് എടുത്തു കൊടുക്കി ആ ബുഖാരി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് വീട്ടിൽ അവരുടെ അതിഥികൾ വന്നാൽ ഹാർമോണിയം ഉപയോഗിച്ച് പാട്ട് പാടാറുണ്ട്. അള്ളാഹുവിന്റെ ഖുർആന്റെ പേരിൽ കളവ്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബത്തിന്റെ പേരിൽ പച്ചക്കള്ളം, അതും ഇമാം ബുഖാരിയുടെ പേരിൽ കളവ്. എടുക്കൂ ബുഖാരി, ആയത്തെടുക്കൂ, അതുപോലെ ബുഖാരി എടുക്കൂ. നിങ്ങൾ എന്താ വിചാരിച്ചത്? കേസും ഫത്ഹുൽ ബാരി വലിയ ചാക്കിലാക്കി ഏറ്റിക്കൊണ്ടിരുന്ന കണ്ടു. അപ്പൊ വിചാരിച്ചു അന്ന് കുറച്ചൊക്കെ വായിക്കും. സംഗതി അതേപോലെ തിരിച്ചുകൊണ്ടുപോയി. ആകെ പറഞ്ഞത് കേസിനെ കുറിച്ചാ. അതിന് മാലിക് സൽഫി മറുപടി പറഞ്ഞു, കേസിന്റെ കാര്യം നമുക്ക് കോടതിയിൽ നോക്കാം മോനെ, വേഗം ഹാർമോണിയത്തിന്റെ ഹദീസ് എടുക്ക്. അല്ലെ? ഏഴാമത്തെ ചോദ്യം ചെല്ലാൻ വേണ്ടി വന്നാ പോരാ. അതുകൊണ്ട് എന്റെ അടുത്ത ചോദ്യം ശരിക്കും ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ് നരകത്തിന് മുകളിൽ സിറാത്തുണ്ട് എന്നുള്ളത്. അത് മനഹജുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ചിലക്ക് സിറാത്തൊക്കെ പറയുമ്പോ പൊള്ളു, ഞങ്ങൾക്കറിയാം, മനസ്സിലല്ലേ? അതൊക്കെ പൊള്ളുന്നതേ ഉള്ളിൽ ചേകരൂശലുണ്ട്. ആ സിറാത്ത് നിങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്. ആ നിഷേധിച്ചിട്ടില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്നതാണ്. അത് നിഷേധിച്ചിട്ടില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അതാണ് ഞങ്ങളെ ഏഴാമത്തെ ചോദ്യം. ഇനി എട്ടാമത്തെ ചോദ്യം കേട്ടോളി. അതുകൊണ്ട് എന്റെ അടുത്ത ചോദ്യം ശരിക്കും മനസ്സിലാക്കണം. മനഹജിൽ തന്നെയാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഒന്നാമത്തെ തീരുമാനം എന്താ? ഖുർആനും സുന്നത്തും മനസ്സിലാക്കുന്നതിൽ മനഹജ് വേണം. ആ മനഹജിൽപ്പെട്ടതാണ് ഖുർആനിൽ സൂചിപ്പിച്ചിട്ടുള്ള, ഹദീസിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഖബറിൽ ശിക്ഷയുണ്ടാകുമെന്നുള്ളത്. ആ ഖബർ ശിക്ഷ വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾക്കെതിരാകുന്ന തരത്തിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹദീസുകൾ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ വിമർശിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ട്. ഏത് ആയത്താണ് ഖബർ ശിക്ഷയുടെ ഹദീസുകൾ നിരാകരിക്കുന്നത്? എന്റെ അടുത്ത ചോദ്യമാണ്. എന്റെ അടുത്ത ചോദ്യം ഇതാണ്. ഏത് ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ്
ഖബർ ശിക്ഷയുടെ ഹദീസ് എതിരാകുന്നത് ആ ആയത്ത് നിങ്ങൾ ഓതണം. ആ ആയത്തോദനം അന്ന് പറഞ്ഞപ്പോ പെരുങ്കള്ളൻ പെരുങ്കള്ളൻ എന്ന് പറഞ്ഞ് കലക്കി വിട്ടില്ല, മനസ്സിലായില്ലേ? അപ്പൊ അത് ഓർമ്മ ഉണ്ടായില്ല. പക്ഷേ ചെന്ന് പിന്നെ ചർച്ച നടത്തിയപ്പോഴാണ് ഇനി അങ്ങനെ കുടുങ്ങിയാൽ കലക്കി പോരണട്ടോ, അല്ല നടക്കൂലേ ചങ്ങായിമാരെ മുന്നില് എന്ന് പിന്നെ സംഘടന എടുത്ത തീരുമാനമാണ്. അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കലിനെ സംബന്ധിച്ചിടത്തോളം ഇത് സംഘടന എടുത്ത തീരുമാന. സംഘടന മൂപ്പരും അതേപോലെ തന്നെ അലിമദനിയും കരിമ്പിലാക്കലാണല്ലോ ഓല സംഘടന. പിന്നെ ഹുസൈൻ മടവൂർ CP മുസ്ലിമിക്കുള്ള വേറൊരു സംഘടന ഉണ്ട്, റൌഫ് മദനിന്റെ വേറൊരു സംഘടന ഉണ്ട്. ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാം. പക്ഷെ ഞങ്ങളിത് അങ്ങാടിയിൽ ഇങ്ങനെ നിങ്ങളെ മറ്റേയാൾ അവിടെ പ്രസംഗിച്ചു, മറ്റേയാൾ ഇവിടെ പ്രസംഗിച്ചു, മറ്റേയാൾ അതിനെപ്പറ്റി പറഞ്ഞു എന്ന് പറഞ്ഞാൽ നീ ഇറങ്ങാത്ത എന്താ അറിയോ? ഞങ്ങളെ ദൈവത്തിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് പാവപ്പെട്ട ജനങ്ങളുടെ ഖബറും പരലോകവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നിങ്ങളുടെ ഇടയിൽ 5 ഗ്രൂപ്പ് ഉണ്ട് എന്ന് തെളിയിച്ചതുകൊണ്ട് വിശേഷിച്ചൊന്നും കിട്ടാല്ല. നിങ്ങൾ 5 ഗ്രൂപ്പ് ഹദീസ് നിഷേധം പ്രചരിപ്പിക്കുന്നുള്ളത് തെളിയുന്നല്ലാതെ വേറെ വിശേഷിച്ചൊന്നുമില്ല. അതുകൊണ്ട് അവസാനത്തെ ചോദ്യം, 10ാമത്തെ ചോദ്യം, നിങ്ങൾ കളിക്കരുത്. എന്റെ അവസാനത്തെ ചോദ്യം ചേകനൂർ മൗലവിയെ സംബന്ധിച്ച് നിങ്ങളുടെ യുവനേതാവ് എഴുതിയത് നിങ്ങൾ പൂർണ്ണമായി ഇപ്പോഴും അംഗീകരിക്കുന്നുണ്ടോ എന്നാണ്. അതാണ് ചോദ്യം. ചേകന്നൂർ മൗലവി നവോത്ഥാന നായകൻ എന്ന് വിളിച്ചിരുന്നു അല്ലേ? ആ നവോത്ഥാന നായകൻ എന്ന് വിളിച്ചതുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നിരുന്നു. ആ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തു പറയാനുണ്ട്? സുഹൃത്തുക്കളെ, 2 സംവാദങ്ങളിലൂടെ കേരളത്തിലെ മുജാഹിദ് മനസ്സാക്ഷികളിലേക്ക്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഫ്രെയിമിന്റെ ഉള്ളിൽ നിൽക്കുന്നവരുടെ മനസ്സാക്ഷികളിലേക്ക് ഞങ്ങൾ കൈമാറിയ കുറെ ചോദ്യങ്ങളും കുറെ ആശയങ്ങളുമുണ്ട്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, സംവാദമാകുമ്പോൾ, സംവാദത്തിന്റെ വിലയിരുത്തലാകുമ്പോൾ ചിലപ്പോൾ വരികൾക്ക് ചിലപ്പോൾ ഇത്തിരി ഉശിരു കൂടും. അതും ഒരു സംവാദം അതിന്റെ മധ്യത്തിൽ നിന്ന് പൊളിച്ചടുക്കി ഇറങ്ങിപ്പോകാൻ ശ്രമിക്കുന്ന പശ്ചാത്തലത്തിൽ. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ആത്മാർത്ഥമായി മനസ്സിലാക്കണം. ഹിദായത്ത് വ്യക്തമായതിനു ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ധിക്കാരം പ്രവർത്തിക്കുന്നവർ ഓൻ തിരിഞ്ഞോടത്തേക്ക് തിരിച്ചുവിടും. അവസാനം ജഹന്നം, നരകമാണ് പ്രിയപ്പെട്ടവരെ സങ്കേതം. അതുകൊണ്ട് അള്ളാഹുവിന്റെ സ്വഹാബത്ത്, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് ചെയ്തതുപോലെ റസൂലിലേക്ക് ഒരു കാര്യം ഇറക്കപ്പെട്ടവർ കേട്ടാൽ അവർ കണ്ണീർ വാർത്തുകൊണ്ട് കരയുന്നത് നിനക്ക് കാണാം. പടച്ചോനെ വിശ്വസിച്ചിരിക്കുന്നു, നിന്റെ മാർഗത്തിൽ സാക്ഷിയായ രക്തസാക്ഷികളുടെ പോരാട്ട ഭൂമികളിൽ മരിച്ച മഹാമനുഷ്യരുടെ ജീവിതത്തെ ഇസ്ലാമിന് സമർപ്പിച്ചവരുടെ റൂട്ടിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണേ, ആ ലിസ്റ്റിൽ ഞങ്ങളുടെയും പേരെഴുതണേ എന്ന് പറഞ്ഞവരുടെ കൂടെ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കണം. അതാണ് ഇന്നമാ കാന ഖൗലുൽ മുഅ്മിനീൻ ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലു സമിഅനാ വഅതഅനാ. അനുസരിച്ചിരിക്കുന്നു, കേട്ടിരിക്കുന്നു, സമ്മതിച്ചിരിക്കുന്നു എന്നത് മാത്രമായിരിക്കും വിശ്വാസികളുടെ ലൈന്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂൽ. റസൂലിനെയും അല്ലാഹുവിനെയും ധിക്കരിക്കുന്നവരായി നിങ്ങൾ മാറരുത്. പിന്നെ നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും ദീൻ അങ്ങോട്ട് പഠിപ്പിക്കുന്നവരായി മാറരുത്. അവസാനം അബില്ലാഹി വബിറസൂലിഹി വബിആയാതിഹി കുൻതും തസ്തഹസിഊൻ. ഈ പരിഹാസങ്ങളും ഈ വിമർശനങ്ങളും ഒക്കെ ഉന്നയിച്ചെത്തുമ്പോ ഞങ്ങൾ വെറുതെ തമാശ പറഞ്ഞതാണ് എന്ന് മറുപടി പറയേണ്ടി വരുമ്പോ അള്ളാഹുവിനെ കണ്ടാണോ, അവന്റെ ആയത്ത് കൊണ്ടാണോ, അവന്റെ റസൂലിനെ കണ്ടാണോ പരിഹാസം എന്ന് ചോദിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുതേ എന്ന് എന്റെ സുഹൃത്തുക്കൾ ഓർമ്മിപ്പിക്കുകയാണ്. 999 കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്കെതിരിൽ വ്യതിയാനം ഉന്നയിച്ചപ്പോൾ എന്തുകൊണ്ട് ഉമർ മൗലവി ഇന്നത് പറഞ്ഞു അദ്ദേഹത്തിനെതിരിൽ ഉന്നയിച്ചില്ല? എന്തുകൊണ്ട് കുഞ്ഞീദ് മദനി പറഞ്ഞു അദ്ദേഹത്തിനെതിരിൽ ഉന്നയിച്ചില്ല? എന്തുകൊണ്ട് MM അക്ബർ പറഞ്ഞു അദ്ദേഹത്തിനെതിരിൽ ഉന്നയിച്ചില്ല എന്നാണ് സംവാദത്തിലെ ഒരു ചോദ്യമായി ചില ആളുകൾക്ക് ഇപ്പോഴും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാനുള്ളത് അല്ലേ? വളരെ കൃത്യമായി ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ വളരെ സുന്ദരമായി അടിച്ചൊതുക്കി പൊളിച്ച് കയ്യിൽ കൊടുത്തപ്പോൾ കച്ചിത്തുരുമ്പായി തൂങ്ങാൻ ശ്രമിക്കുന്ന ചോദ്യത്തിന് ഞങ്ങൾ പറഞ്ഞ ഉത്തരം ആവർത്തിക്കുന്നു. ബഹുമാനനായ ഹുസൈൻ മടവൂർ അദ്ദേഹത്തിന്റെ ഉസ്താദുമാരിൽ സ്വാധീനിക്കപ്പെട്ട് ഒരു പുതിയ ആശയം കൂടെ കൊണ്ടുവരിക മാത്രമല്ല ചെയ്തത്, തന്റെ കീഴിലുള്ള സംവിധാനത്തെ അതിനുവേണ്ടി പാകപ്പെടുത്തുക മാത്രമല്ല ചെയ്തത്, വളണ്ടിയർ കോർ സംവിധാനം ഉണ്ടാക്കി അതിന്റെ രഹസ്യ നീക്കങ്ങൾ സജീവമാക്കി സംഘടനാ ചർച്ചകളിൽ, നയരേഖകളിൽ, ചർച്ചകളിൽ അത് കൊണ്ടുവന്നു. സംവാദങ്ങൾ വേണ്ട എന്ന ആശയത്തിന് പഴയകാല പണ്ഡിതന്മാരുടെ അനുഭവങ്ങളുള്ള ലേഖനങ്ങളും മുഖാമുഖങ്ങളും ഒക്കെ കൊണ്ടുവന്നു. ഇത് ഇതിനെ മറ്റൊരു റൂട്ടിൽ
സമൂഹത്തിലേക്ക് ഒരു സാംസ്കാരിക സംഘടനയാക്കുന്നിടത്തേക്ക് പോയി. അബൂബക്കർ നസ്സാഫ് ഇറങ്ങിപ്പോയെടുത്തും അദ്ദേഹം പറഞ്ഞൊരു കാരണം അതാണ്, തൗഹീദ് പറയാൻ അവിടെ ഇടമില്ല. അത് തെളിയുകയും ചെയ്തു. കഴിഞ്ഞ 10 വർഷത്തിന്റെ ഇടയിൽ ഞങ്ങൾ നടത്തിയ സംവാദങ്ങൾ ഞങ്ങൾക്ക് എണ്ണാൻ പറ്റും. ഞങ്ങൾ എത്തിയ പുതിയ പ്രദേശങ്ങൾ ഞങ്ങൾക്ക് പറയാൻ പറ്റും. കേരളത്തിലെ ഓരോ പോലീസ് സ്റ്റേഷനിലും ചെന്നാൽ ഞങ്ങളെടുത്ത മൈക്ക് പെർമിഷന്റെ ഡീറ്റെയിൽസ് കിട്ടും. ഈ 50 കിലോമീറ്റർ ചുറ്റളവിൽ 10 കൊല്ലത്തിന്റെ ഇടയ്ക്ക് നിങ്ങൾ നടത്തിയ പരിപാടിയുടെ ഷെഡ്യൂൾ, ആ പരിപാടിയുടെ ലിസ്റ്റ് നിങ്ങൾക്ക് പ്രസിദ്ധീകരിക്കാൻ പറ്റുമോ? പയ്യോടി അങ്ങാടിയിലേക്ക് പോകുന്ന വഴിക്ക് കീഴൂര് ചിലപ്പോൾ നിങ്ങൾ 2-3 പരിപാടി നടത്തിയിട്ടുണ്ടാകും. അതിന്റെ അപ്പുറത്ത് എവിടെ, എങ്ങനെ? തിക്കോടിയിൽ 2 പരിപാടി നടത്തിയിട്ടുണ്ടാകും. എന്ന് പറഞ്ഞാൽ ഹുസൈൻ മടവൂർ ഇവിടെ വന്ന ആശയം തൗഹീദ് മുഖ്യ അജണ്ടയിൽ നിന്ന് മാറ്റുക എന്നത് തന്നെയായിരുന്നു. അതിന് സംവിധാനമുണ്ടാക്കി, രഹസ്യ സംവിധാനമുണ്ടാക്കി പണിയെടുക്കുന്ന ഒരാളും അതിനെ ന്യായീകരിക്കാൻ വേണ്ടി കിതാബ് കെട്ടുകൾ തപ്പിയെടുത്തപ്പോൾ ആ തപ്പിയെടുത്ത കിതാബ് കെട്ടുകൾക്കിടയിൽ നിന്ന് കിട്ടിയ കുഞ്ഞീദ് മദനിയുടെ ഒരു വരി പ്രതിരോധത്തിന് വേണ്ടി ഉദ്ധരിച്ചതും ഒരുപോലെയല്ല. ഞാൻ ആവർത്തിച്ചു പറയുന്നു, പോത്തും ചെമ്പോത്തും ഒരുപോലെയല്ല. കുഞ്ഞീദ് മദനി വളണ്ടിയർ കോർ ഉണ്ടാക്കി ഈ ആശയം പ്രചരിപ്പിച്ചിട്ടില്ല. കുഞ്ഞീദ് മദനി രഹസ്യ സംവിധാനം ഇതിന് ഉപയോഗിച്ചിട്ടില്ല. കുഞ്ഞീദ് മദനി NMK രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഉമർ മൗലവി അദ്ദേഹത്തിന്റെ ആശയം ഉണ്ടാക്കാൻ ആളെ കൂട്ടിയിട്ടില്ല. നിങ്ങൾ തപ്പിപ്പിടിച്ചെടുത്ത് കൊണ്ടുവന്ന് പ്രതിരോധം സൃഷ്ടിക്കാൻ ശ്രമിച്ച നേരത്ത് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട ആദ്യത്തെ സമയത്ത് എന്താ, റബ്ബന ആമന്നാ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, തെറ്റുപറ്റിയിരിക്കുന്നു, തിരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ല, തിരുത്താതെ തെറ്റുകളിലൂടെ തുടർച്ചയായി പോയാൽ നിങ്ങളോട് സ്വീകരിച്ച അതേ ലൈൻ തന്നെയാണ് ഞങ്ങൾ അന്ന് ഞങ്ങളുടെ കൂടെയുള്ളവരോടും സ്വീകരിക്കുക എന്നതിന്റെ നേർരേഖയാണ്. ഏസിയുള്ള ഓഫീസും വ്യവസ്ഥാപിതമായ സംഘടനാ സംവിധാനവും ഒഴിവാക്കി പോന്നിട്ട് സയന്റിഫിക് ആയ സംഘടനാ സംവിധാനത്തോട് അതിലേറെ ശക്തമായി പോരടിച്ച് ഉജ്ജ്വലമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ ചിത്രമായി പോകുമെന്നത് നിങ്ങളെ പോലെയുള്ള ചിലരുടെ ധാരണ മാത്രമാണ്. ശക്തമായി മുന്നേറുക തന്നെയാണ്. എന്തുകൊണ്ട് സലാം സുലമിയെ ജാമ്യയിൽ പഠിച്ച കാലത്ത് എതിർത്തില്ല? എന്തുകൊണ്ട് നെതുവത്ത് അദ്ദേഹത്തിന്റെ പുസ്തകം പ്രസിദ്ധീകരിച്ചു എന്നൊക്കെയാണ് ചോദിക്കുന്നത്, അല്ലേ? അദ്ദേഹത്തോട് പറയേണ്ടവരൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. നേരെ തിരിച്ച് ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാ ഉത്തരവാദിത്തപ്പെട്ട ബോഡികളിൽ എവിടെയും അദ്ദേഹം വരാതിരുന്നത്? അദ്ദേഹത്തിന് അധികാരത്തോട് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് എന്നാണ് ഞങ്ങളുടെ ഉത്തരം. ആ ഉത്തരത്തിന്റെ പുറത്തേക്ക് സ്വകാര്യങ്ങളുണ്ട്. 6 വർഷം അദ്ദേഹത്തിന്റെ മുന്നിലിരുന്ന് പഠിച്ച വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ജാമ്യ നദീവിന്റെ സ്റ്റാഫ് റൂമിന്റെ അരികിലൂടെ കടന്ന് നീങ്ങിയ ആളുകൾ എന്ന നിലയ്ക്ക് ഞങ്ങൾക്കൊക്കെ ചിലതറിയാം. ഇനി അതിന്റെ അപ്പുറത്ത് എന്താ കാരണം എന്നറിയോ? പിളർപ്പോട് കൂടെയാണ് അദ്ദേഹത്തിന്റെ ആദർശം ഒരു സംഘടനന്റെ ആശയായത്. അപ്പോഴാണ് ഞങ്ങൾ അതിനെ ശക്തമായി എതിർത്തത്, വളരെ കൃത്യമായി വിമർശിച്ചത്. മാത്രമല്ല, നിങ്ങളുടെ അതേ ആശയവും അതേ താല്പര്യവുമുള്ള ചില ആളുകൾ ഒളിഞ്ഞും തെളിഞ്ഞും ഈ സംവിധാനത്തിന്റെ ഉള്ളിൽ കഴിഞ്ഞ 10 കൊല്ലം ഉണ്ടായിട്ടുണ്ടല്ലോ. അവരുടെയൊക്കെ സ്വാധീനങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവരെയും സ്വകാര്യമായി തിരുത്താൻ ശ്രമിച്ചിട്ട് ആ തിരുത്തുകൾ നടക്കാതെ വന്ന ഒരു ഘട്ടത്തിലാണ് തൗഹീദിനെ തന്നെ അട്ടിമറിച്ചവർ സംഘടന ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ മാറിയത്. അത്രയുള്ളൂ. വ്യക്തികളെ ഞങ്ങൾ തഖ്ലീദ് ചെയ്യാറില്ല, സംഘടനയെയും തഖ്ലീദ് ചെയ്യാറില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഉമർ, അബൂബക്കർ എന്നൊക്കെ നിങ്ങൾ വല്ലാതെ പറയുന്നുണ്ട്. റസൂലുള്ളാഹി ഇപ്പോ വല്ലാതെ പറഞ്ഞു കേൾക്കുന്നില്ല. ആകാശത്ത് ഇടിത്തീ വീണ് ഞങ്ങൾ പേടിക്കുന്നു എന്നാ, അല്ലേ? ഇബ്നു ഉമറിനോട് നിങ്ങളെപ്പാക്ക് തമത്തുവിന്റെ വിഷയത്തിൽ അഭിപ്രായമില്ലല്ലോ. ഹജ്ജ് ഉംറക്ക് ചെന്ന് ഉംറയിൽ നിന്ന് വിരമിച്ച് വീണ്ടും ഹജ്ജിന് പോകുന്ന, ഹജ്ജിന് ഇഹ്റാം എടുക്കുന്ന രീതി ഇല്ലാന്നാണല്ലോ നിങ്ങളെപ്പ പറഞ്ഞെന്ന് അറിഞ്ഞപ്പോ എന്റെ ഉപ്പയാണോ റസൂലുള്ളാഹിയാണോ നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതെന്ന? വ്യക്തികൾക്ക് അത്ര സ്ഥാനങ്ങൾ കൊടുക്കാറുള്ളൂ. ആ വ്യക്തികളുള്ള കൂട്ടായ്മക്ക് തെറ്റുപറ്റിയാൽ അതിന് അത്ര സ്ഥാനമേ ഞങ്ങൾ കൊടുക്കുകയുള്ളൂ എന്നത് എന്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. ഇത് ദഅവത്തിനുള്ള ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മ കൂടുതൽ ശക്തിയോടെ വ്യവസ്ഥാപിതമായി ശാഖ മുതൽ സംസ്ഥാന തലം വരെ ആസൂത്രിതമായി മുന്നോട്ടു പോകും. സ്ഥാപനങ്ങൾ തിരിച്ചെത്തും. ശക്തമായി മുന്നേറുമ്പോൾ ഞങ്ങളുടെ അഡ്രസ് നിങ്ങൾക്ക് ഒന്നുകൂടി വ്യക്തമാകും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അള്ളാഹു നമ്മുടെ ഈ ശ്രമങ്ങളെ മുഴുവൻ നാളെ പരലോകത്ത് ഉപകാരപ്പെടുന്ന പുണ്യകർമ്മമാക്കി നമുക്ക് പരിവർത്തിപ്പിച്ചു തരുമാറാകട്ടെ. ഈ സംവാദവുമായി ബന്ധപ്പെട്ട് ഓടി നടന്ന് ടെൻഷൻ അടിച്ചതിനു വേണ്ടി അധ്വാനിച്ച വിരലിലുണ്ടാവുന്ന പ്രവർത്തകരാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇത്തരം ഒരു ഹദീസ് നിഷേധത്തെ അതിനെ എതിർക്കാൻ വേണ്ടി കൂടെ നിൽക്കേണ്ടവർ കൂടെ നിന്നിട്ടില്ലെന്ന് മാത്രമല്ല, അല്ലേ? കൂടെ നിന്നിട്ടില്ലെന്ന് മാത്രമല്ല, ഇപ്പുറത്ത് നന്ദി ദാറുസലാമിൽ പൂട്ടിയ
താക്കോല് കൊടുക്കാമെന്ന് വാക്കുകൊടുത്തവരുടെ ടീം സംവാദത്തിന്റെ സദസ്സിൽ വരെ വന്നിട്ടുണ്ട് എന്നാണ് ചില റിപ്പോർട്ടുകൾ. അല്ലെ, ഇവരുടെ ആളുകളായി വന്നിട്ടുണ്ട് എന്നാണ് ചില റിപ്പോർട്ടുകളിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ശരിയല്ലെങ്കിൽ ശരിയല്ല എന്ന് പറഞ്ഞാൽ കറക്റ്റ് ചെയ്യാനും തയ്യാറാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദ് ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അൽഹംദുലില്ലാഹി റബ്ബിൽ